വൈദിക ശ്രേഷ്ഠരെ, പ്രിയ ജോസ് പുളിയേരി സാറ്, മലങ്കര സഭയിലെ ശുശ്രൂഷ സംഘ അംഗങ്ങളെ, സഭ ഇന്ന് വളരെയധികം വെല്ലുവിളികൾ നേരിട്ട് മുന്നേറുന്ന ഈ കാലത്ത് ശുശ്രൂഷ സംഘ അംഗങ്ങൾക്ക് ഈ സഭയുടെ വളർച്ചയിൽ, സഭയുടെ പ്രവർത്തനത്തിൽ വളരെ നിസ്തുലമായ പങ്കാണ് നിർവഹിക്കുവാനായിട്ട് ഉള്ളത്. പ്രത്യേകിച്ച് വൈദികർക്കും ശുശ്രൂഷ സംഘ അംഗങ്ങൾക്കും. സാധാരണ സഭയെക്കുറിച്ച് പറയും, സഭ എന്ന് പറയുന്നത് രണ്ട് തലത്തിലാണ് എപ്പോഴും മനസ്സിലാക്കുന്നത്. ഒന്ന്, ദ ചർച്ച് എക്സ്റ്റേണൽ ആൻഡ് ദ ചർച്ച് ഇൻറ്റേണൽ. ഒന്ന്, ദ ചർച്ച് എക്സ്റ്റേണൽ എന്നൊരു തലമുണ്ട്, ബാഹ്യമായ സഭ. നമ്മൾ പലപ്പോഴും സഭ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് എന്താ ഓടി വരുന്നത്? സഭ എന്ന് പറയുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് എന്താ ഓടി വരുന്നത്? പള്ളി, വൈദികൻ, തിരുമേനി, മെത്രാപ്പൊലീത്ത, ഇങ്ങനെയൊക്കെയുള്ള ചില അടയാളങ്ങൾ, ചില ബാഹ്യമായ കാര്യങ്ങൾ, ബാഹ്യമായ ചില സങ്കല്പങ്ങൾ, ചില വസ്തുതകളാണ് നമ്മുടെ മനസ്സുകളിലേക്ക് പെട്ടെന്ന് ഓടി വരുന്നത്. ഇത് സഭയുടെ ബാഹ്യമായ തലമാണ്. ഇന്നത്തെ കാലത്ത് നമ്മളൊക്കെ പലപ്പോഴും ഏറ്റവും കൂടുതൽ ബോധർ ചെയ്യുന്ന, ഏറ്റവും കൂടുതൽ കണക്കിലെടുക്കുന്ന കാര്യമെന്ന് പറയുന്നത് ബാഹ്യമായ കാര്യങ്ങളാണ്. പള്ളിയുടെ സ്ട്രക്ചർ, പള്ളിയുടെ ആകൃതി, അല്ലെങ്കിൽ നമ്മുടെ ദേവാലയത്തിൽ വീഴുന്ന പണം കൊണ്ട് നമ്മൾ എന്തൊക്കെ വിനിയോഗിക്കണം, എന്തെല്ലാം സ്ഥാപനങ്ങൾ നമുക്ക് വേണം, ഇതെല്ലാം ചർച്ചിൻ്റെ എക്സ്റ്റേണലായിട്ടുള്ള ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമാണ്. ലോകത്തിൽ സഭ ആയിരിക്കുമ്പോൾ സഭയ്ക്ക് ചില ബാഹ്യമായ ഉപാധികൾ, ബാഹ്യമായ ഒബ്ജക്ട്സ് ചിലത് ആവശ്യമുണ്ട്. അതൊക്കെയാണ് ഈ കാണുന്ന സഭ എന്ന് പറയുന്ന ബാഹ്യമായ തലത്തിൽ. ബട്ട് ദ ചർച്ച് ആസ് ആൻ ഇൻറ്റേർണൽ റെലം. സഭയ്ക്ക് ഒരു ആന്തരിക തലമുണ്ട്. ശുശ്രൂഷ സംഘ അംഗങ്ങളായ നമുക്ക് ഏറ്റവും കൂടുതൽ അറിയേണ്ടതും ഏറ്റവും കൂടുതൽ പരികർമ്മിക്കേണ്ടതും ഈ ആന്തരിക തലത്തെയാണ്. ദ ഇൻറ്റേർണൽ ചർച്ച്. ആന്തരികമായ സഭയുടെ പരികർമ്മികളാണ് നാം ഓരോരുത്തരും. ശുശ്രൂഷ സംഘങ്ങളായ പുരോഹിതരും അൽമായ നേതൃത്വത്തിൽ നൽകുന്നതായ ശുശ്രൂഷ സംഘ അംഗങ്ങളും. ഇവിടെ ഒരുപക്ഷെ നമ്മുടെ ദേവാലയത്തിലെ പൊതുയോഗമോ കമ്മിറ്റിയോ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ അവിടെ ശ്രദ്ധ ചെലുത്തുന്നത് ബാഹ്യമായ സഭയുടെ വളർച്ചയും ബാഹ്യമായ കാര്യങ്ങളുമൊക്കെയാണ് അവിടെ ചർച്ചയ്ക്ക് കൂടുതൽ ചർച്ചാവേദിയിലൊക്കെ വരുന്നത്. നമ്മുടെ മാനേജിങ് കമ്മിറ്റിയിലായാലും നമ്മുടെ പൊതുയോഗങ്ങളിലൊക്കെ ആയാലും ബാഹ്യമായ സഭയെ എങ്ങനെ പരിപോഷിപ്പിക്കണം, എങ്ങനെ വളർത്തണമെന്നൊക്കെയുള്ള ചിന്തകളാണ് കൂടുതലായിട്ട് വരുന്നത്. ആദിമ സഭയിൽ, in the primitive Christian church, their first motive is the internal church. ആദ്യ ക്രൈസ്തവ സഭയിൽ അവരേറ്റവും കൂടുതൽ ആലോചിച്ചിരുന്നത് ആന്തരിക സഭയെക്കുറിച്ചാണ്. നമ്മുടെ പൊതുയോഗത്തിൽ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ചിലപ്പോൾ വരുമോ, സഭയിൽ നമ്മുടെ ആരാധനയിൽ, വിശുദ്ധ കുർബാനയിൽ ശ്രദ്ധയോടുകൂടി പങ്കെടുക്കുവാനായിട്ട് നമ്മൾ ഇടവകാംഗങ്ങൾ എന്തൊക്കെ ചെയ്യണമെന്ന് നമ്മുടെ പൊതുയോഗത്തിലൊരു വിഷയം വരുമോ? പലപ്പോഴും വരാറില്ല. അല്ലെങ്കിൽ നമ്മുടെ പൊതുയോഗത്തിൽ ഈ സഭയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതായ ഈ സമ്പത്ത് നമ്മുടെ ഇടയിൽ ആർക്കൊക്കെയാണ് കൊടുക്കേണ്ടത് എന്ന് ചർച്ച ചെയ്യുവാനായിട്ട് പലപ്പോഴും വേദികൾ വരാറില്ല. എന്നാൽ ആദിമ പൊതുയോഗമെന്ന് പറയുന്നത്, സഭയുടെ ആദിമ പൊതുയോഗമായിട്ട് നമ്മൾ കാണുന്നത് അപ്പോസ്തല പ്രവൃത്തികളിലാണ്. അവർ സഭയിൽ ആദിമ പൊതുയോഗത്തിൻ്റെ ഒരു രൂപമെന്ന് പറയുന്നത് അപ്പോസ്തല പ്രവൃത്തികളിലുണ്ട്. അവർ പൊതുയോഗം കൂടിയിരുന്നു. എന്തിനു വേണ്ടിയാണ് പൊതുയോഗം കൂടിയത്? തങ്ങളിൽ മുട്ടുള്ളവരാണ് ആരെന്ന് കണ്ടുപിടിക്കുവാൻ വേണ്ടിയാണ് ആദിമസഭയിൽ പൊതുയോഗം കൂടിയത്. അപ്പോൾ അവരുടെ സമ്പത്തെല്ലാം അപ്പോസ്തലന്മാരുടെ കാൽക്കൽ കൊണ്ടുവച്ചിട്ട് അപ്പോസ്തലന്മാരും ഈ ജനസംഘ അംഗങ്ങളും കൂടി കൂടിയിരുന്നിട്ട് അവർ കണ്ടുപിടിക്കും അവരിൽ ആരാണ് മുട്ടുള്ളവർ, ആർക്കാണ് പ്രയാസമുള്ളത്. അതുകൊണ്ട് ഈ പ്രയാസമുള്ളവർക്ക് ഈ സമ്പത്ത് വിഭജിച്ച് കൊടുക്കുവാൻ വേണ്ടിയാണ് അന്ന് പൊതുയോഗം കൂടിയിരുന്നത്.
ഇപ്പോൾ പൊതുയോഗത്തിൻ്റെ ഐഡിയൽ എന്ന് പറയുന്നത് അപ്പോസ്തല പ്രവർത്തികളിലെ വേദന അനുഭവിക്കുന്നവരെ, ദുഃഖം അനുഭവിക്കുന്നവരെ കണ്ടെത്തുവാനായിട്ടുള്ള ഒരു വേദിയായിരുന്നു പൊതുയോഗം. ഇന്ന് നമ്മുടെ പൊതുയോഗം അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ബാഹ്യമായ കാര്യങ്ങളിലേക്ക് പോയി. എങ്ങനെ നമ്മുടെ സമ്പത്ത് കൂട്ടിവെക്കാം, അല്ലെങ്കിൽ സമ്പത്തിൻ്റെ ബാലൻസ് എങ്ങനെയൊക്കെ നമ്മുടെ ഒബ്ജക്ട്സ് ആക്കി വെക്കാമെന്നുള്ള ഒരു കാര്യത്തിലേക്ക് വ്യത്യസ്തമായി മാറിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇവിടെ ശുശ്രൂഷ അംഗങ്ങൾക്കുള്ള പ്രത്യേകത എന്ന് പറയുന്നത്, ഏറ്റവും കൂടുതൽ സഭയുടെ ആന്തരിക സഭയെ പരിപാലിക്കേണ്ടുന്നതായ ചുമതലയാണ് ശുശ്രൂഷ സംഘ അംഗങ്ങൾ എന്നുള്ള നിലയിൽ നമുക്ക് ഓരോരുത്തർക്കും മുന്നിലുള്ള വലിയൊരു വെല്ലുവിളി. ഈ കാലത്ത് പ്രത്യേകിച്ച് കുടുംബങ്ങൾ ശിഥിലമാകുന്ന, സഭയുടെ പ്രാധാന്യം യുവതലമുറയുടെ ഉള്ളിൽ നിന്ന് മാഞ്ഞു പോകുന്ന, സഭ നേരിടുന്നതായ പ്രതിസന്ധികൾ വളരെയധികം വർദ്ധിക്കുന്ന ഈ കാലത്ത് നമ്മുടെ അർപ്പണം, നമ്മുടെ സമർപ്പണം വളരെയധികം അത്യന്താപേക്ഷിതമാണ്. ഞാൻ അല്പനിമിഷത്തേക്കിന് ഞാൻ ധ്യാനത്തിനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് നമ്മുടെ വിശുദ്ധ കുർബാന ക്രമത്തിലെ രാത്രി നമസ്കാരത്തിന്, കെംതായുടെ രാത്രി നമസ്കാരത്തിന് ഉപയോഗിക്കുന്നതായ 1-ാം കൗമയിലെ ഒരു പാട്ടാണ്. ദ പെക്യൂലിയാരിറ്റീസ് ഓഫ് ദ ഇന്റേണൽ ചർച്ച് ഈസ് ഡെപിക്റ്റഡ് ഇൻ ദാറ്റ് സോങ്. ആ പാട്ടിലാണ് സഭയുടെ ആന്തരിക സഭയുടെ പ്രത്യേകതകളൊക്കെ വിസ്തരിച്ച് പാടുന്ന, വളരെ ക്രീമായിട്ട്, വളരെയധികം ടച്ചിങ് ആയിട്ട് നമ്മുടെ മനസ്സുകളെ തൊട്ടുണർത്തുന്നതായ ഒരു ഗീതമാണ്. അത് രാത്രി നമസ്കാരത്തിന് പാടുന്നതാണ്. ഏത് പാട്ടാണെന്ന് പറയാമോ? ആന്തരിക സഭയെക്കുറിച്ച് പറയുന്നത് ഏതാ? മശിഹാതൻ മണവാട്ടി ആയിടും ശുദ്ധസഭ ഭാഗ്യങ്ങൾ പൂർണ്ണമതാം പറുദീസ സദൃശ്യമഹോ മാമോദീസായുമതിൽ സഹതീർത്തൻ അസ്ഥികളും പൂജാപീഠവുമുണ്ട്. എന്തി ജീവോഷധിയെ അംഹാലേ ഏലുയ്യ ഓഹാലേ ഏലുയ്യ ഭാഗം ചെയ്തേകിടും കഹനന്മാர்களுമുണ്ട്. സഭയുടെ ആന്തരിക തലത്തെക്കുറിച്ച് നമ്മെ ബോധ്യപ്പെടുത്തുവാനായിട്ട് ആ കവി പാടിയിരിക്കുന്ന സുന്ദരമായ ഒരു പാട്ടാണ്. അതിൽ 8 പ്രധാന കാര്യങ്ങളാണ് ഓർപ്പിക്കുന്നത്. എന്താണ് സഭ, സഭയുടെ ഉള്ളിൽ എന്താണ് ഉള്ളത് എന്ന് മനസ്സിലാക്കി തരുവാനായിട്ടുള്ള ഒരു ചെറിയ കവിതയാണ്. ഈ കവിത പാടുമ്പോൾ നമ്മുടെ മനസ്സ് സഭയുടെ ആന്തരിക തലത്തിലേക്ക് ചെന്നെത്തിയില്ലെങ്കിൽ സഭയുടെ ആന്തരിക തലത്തിലേക്ക് കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് ഈ പ്രാർത്ഥനയുടെ ലക്ഷ്യം. അപ്പം അവിടെ ആദ്യം ഉപയോഗിക്കുന്ന ഒരു ഇമേജ്, ചർച്ച് ഈസ് ദ ബ്രൈഡ് ഓഫ് ക്രൈസ്റ്റ്. ആരുടെ മണവാട്ടിയാ? മശിഹ തൻ മണവാട്ടിയാണ് സഭ. ഒരുപക്ഷെ ഇന്നത്തെ കാലത്ത് നമുക്ക് അത്രമാത്രം മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു ബന്ധമാണ് മണവാളനും മണവാട്ടി എന്നുള്ള പദപ്രയോഗം. പെട്ടെന്ന് ശിഥിലമായി പോകുന്ന കുടുംബ ബന്ധങ്ങളും മണവാളനും മണവാട്ടിയും തമ്മിലുള്ള ബന്ധത്തിൽ ദൃഢതയും ഊഷ്മളതയൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് അതിൻ്റെ അർത്ഥം നമുക്ക് അത്രമാത്രം മനസ്സിലാകുകയില്ല. പക്ഷേ നല്ലൊരു ഉപമയാണ് ആ പാട്ടുകാരൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഇറ്റ്സ് എ ബ്രൈഡ് ഓഫ് ക്രൈസ്റ്റ്. ഇറ്റ്സ് ഫ്രം ദ എപ്പിസൽ ഓഫ് എഫേഷ്യൻസ്. എഫേസ്യ ലേഖനത്തിൽ പൗലോസ്ലീഹ എടുത്ത് ഉപയോഗിക്കുന്നതായ ഒരു പദമാണ് സഭ ക്രിസ്തുവിൻ്റെ മണവാട്ടിയാണെന്ന്. സഭ എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ മണവാട്ടിയാണ്. ഇപ്പം നമ്മുടെ സഭയുടെ പാരമ്പര്യത്തിൽ എപ്പോഴും ഈ സിംബൽസ് ആണ് മറ്റുള്ളതിനെ അതായത് സിംബൽസ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? സിംബൽസ് എന്ന് പറയുന്നത് അടയാളങ്ങൾ, പ്രതീകങ്ങൾ. ചില പ്രതീകങ്ങളിലൂടെയാണ് പിതാക്കന്മാർ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നത്. അപ്പം ആന്തരിക സഭയുടെ കർമ്മങ്ങളെ, ആന്തരിക സഭയുടെ പ്രവർത്തനങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ എപ്പോഴും പ്രതീകങ്ങളാണ് ഈ പാട്ടുകളിലൊക്കെ, തിയോളജിയിൽ, നമ്മുടെ ദൈവശാസ്ത്രത്തിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത്. എല്ലാത്തിനും അർത്ഥമുണ്ട്. അപ്പം നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മത്തിനും, നമ്മൾ ഉപയോഗിക്കുന്നതായ ഓരോ വസ്തുക്കൾക്കും വളരെയധികം പ്രതീകാത്മകമായ, സൂചകാത്മകമായ അർത്ഥങ്ങളാണ് നൽകുന്നത്. ഉദാഹരണത്തിന് വൈദികൻ ധരിച്ചിരിക്കുന്ന ഈ കറുത്ത കുപ്പായം, എന്തിനാ അച്ഛൻ കറുത്ത കുപ്പായം ധരിക്കുന്നത്? എന്തിനാ അച്ഛൻ കറുത്ത കുപ്പായം ധരിക്കുന്നത്? പ്രസംഗിക്കുന്ന സമയത്തും കൂദാശയുടെ സമയത്തും ഒക്കെ കറുത്ത കുപ്പായം ധരിച്ചിരിക്കും. എന്തിനു വേണ്ടിയാണ്? എന്തോ അനുതാപത്തിൻ്റെ. ഇറ്റ്സ് 3 അർത്ഥങ്ങൾ പ്രധാനമായിട്ട് കറുപ്പിനുണ്ട്. ഒന്ന്, ബ്ലാക്ക് ഈസ് ദ സിംബൽ ഓഫ്
സോറോ, ദുഃഖത്തിൻ്റെയും അനുതാപത്തിൻ്റെയും അടയാളമായിട്ടാണ്. അനുതാപം എന്ന് പറയുന്നത് ദുഃഖത്തിൻ്റെ മറ്റൊരു തലത്തിലേക്ക് എത്തുന്നതാണ് അനുതാപം. ഇപ്പോൾ പുരോഹിതൻ കർമ്മം അനുഷ്ഠിക്കുമ്പോൾ എപ്പോഴും കറുത്ത കുപ്പായം ധരിക്കുന്നതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് കറുപ്പ് എപ്പോഴും ദുഃഖത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു നിറമാണ്. അതുകൊണ്ട് പുരോഹിതൻ ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ ലോകത്തിൻ്റെ മുഴുവൻ ദുഃഖം, ലോകത്തിൻ്റെ സകല പ്രയാസങ്ങളും തൻ്റെ ഹൃദയത്തിൽ ഏറ്റിക്കൊണ്ടാണ് ദൈവസന്നിധിയിൽ നിൽക്കുന്നത്. അപ്പോൾ ലോകത്തിൻ്റെ ദുഃഖം ശരീരത്തിൽ വഹിച്ചുകൊണ്ട്, സ്വന്തം ഹൃദയത്തിൽ വഹിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നിൽക്കുന്നതിൻ്റെ അടയാളമായിട്ടാണ് പുരോഹിതൻ കറുത്ത വസ്ത്രം ധരിച്ചുകൊണ്ട് അനുതാപത്തോടുകൂടി ദൈവസന്നിധിയിൽ നിലവിളിച്ചുകൊണ്ട് നമസ്കാര സമയത്ത് നിൽക്കുന്നത്. മറ്റൊരു അർത്ഥം, നിങ്ങൾ ഈ കറുപ്പ് ധരിക്കുന്ന ഏത് പ്രൊഫഷനാണ് നിങ്ങൾക്കറിയാവുന്നത്? ഏത്? ലോയേഴ്സ്, അഡ്വക്കേറ്റ്സ്, അതായത് നിയമം പരിചരിക്കുന്നവർ എപ്പോഴും കറുത്ത കുപ്പായ ധരിക്കുന്നത്. അപ്പോൾ നിയമത്തിൻ്റെ അടയാളമായിട്ട്, അല്ലെങ്കിൽ ഈ വക്കീലന്മാരും ജഡ്ജിമാരും ധരിക്കുന്ന വേഷമാണ് കറുത്ത വേഷം. എന്തുകൊണ്ടാണ് കറുത്ത വേഷം അവർ ധരിക്കുന്നത്? ഇറ്റ്സ് എ സിംബൽ ഓഫ് ജസ്റ്റിസ്. നീതിയുടെ വസ്ത്രമാണ്, നീതിയുടെ വസ്ത്രം. എങ്ങനെയാണ് കറുപ്പ് നീതിയുടെ വസ്ത്രമാകുന്നത്? കറുപ്പ് എങ്ങനെയാണ് നീതിയുടെ വസ്ത്രമാകുന്നത്? എന്താ വെളുപ്പ് നീതിയുടെ വസ്ത്രമായാൽ കൂടെ? എന്താ കറുപ്പ്? വെളുത്ത വസ്ത്രത്തിലേക്ക്, വെളുത്ത പ്രതലത്തിലേക്ക് ചുമന്ന ലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ ഏത് നിറമായിരിക്കും കാണുന്നേ? ചുവപ്പ്. പച്ചയടിച്ചാലോ? പച്ച. മഞ്ഞയടിച്ചാലോ? മഞ്ഞ. കറുപ്പിലേക്ക് ചുമന്ന വെളിച്ചം വന്നാൽ ഏത് നിറമാണ് കാണുന്നേ? പച്ചയായാലോ? മഞ്ഞയായാലോ? കറുപ്പിന് ഒരു നിറം മാത്രമേ ഉള്ളൂ, ഇതിനൊന്നു മാത്രമേ പ്രതിഫലിക്കത്തുള്ളൂ. അപ്പം നീതിയുടെ നിറമെന്ന് പറയുന്നത് മുഖപക്ഷമില്ലാതെ ദൈവസന്നിധിയിൽ നീതിക്ക് വേണ്ടി, ഇതൊരു അഡ്വക്കേറ്റിൻ്റെ, ഒരു ദൈവസന്നിധിയിൽ നീതിക്ക് വേണ്ടി പ്ലീഡ് ചെയ്യുന്ന അഡ്വക്കേറ്റായിട്ടാണ് എപ്പോഴും പുരോഹിതൻ നിൽക്കുന്നത്. ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി എപ്പോഴും വാദിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യുന്ന, പ്ലീഡ് ചെയ്യുന്നതായ അഡ്വക്കേറ്റ്സാണ് പുരോഹിതന്മാർ. അതുകൊണ്ടാണ് പുരോഹിതന്മാർ കർമ്മം അനുഷ്ഠിക്കുമ്പോൾ കറുത്ത വസ്ത്രം ധരിച്ചുകൊണ്ട് നിൽക്കുന്നതിൻ്റെ രണ്ടാമത്തെ അടയാളം. മൂന്നാമത്തെ അടയാളം എന്താ? മൂന്നാമത്, മറ്റു ചില സ്ഥാനങ്ങളിൽ കറുപ്പ് വസ്ത്രം ധരിക്കുന്നവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആരാ? നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. യൂണിവേഴ്സിറ്റികളിലൊക്കെ ബിരുദം കൊടുക്കുന്ന ചാൻസലറും റിസീവ് ചെയ്യുന്ന ആളും കറുത്ത ഗൗൺ ധരിച്ചിരിക്കും. എന്താ അർത്ഥം? ബ്ലാക്ക് ഈസ് ദ സിംബൽ ഓഫ് വിസ്ഡം. വിജ്ഞാനത്തിൻ്റെ നിറമാണ് കറുപ്പ്. അതായത് പുരാതനമായ യവനായ ഗ്രീക്ക് സംസ്കാരത്തിൽ ഗ്രീക്ക് തത്വചിന്തകന്മാർ പ്രധാനമായുള്ള പ്രബോധനം നടത്തുമ്പോൾ അവരെപ്പോഴും കറുത്ത വസ്ത്രം ധരിച്ചുകൊണ്ടാണ് അത് നടത്തുന്നത്. അപ്പം അതുകൊണ്ട് ഇത് കറുപ്പെന്ന് പറയുന്നത് പുരാതനമായിട്ട് തന്നെ ഇത് വിജ്ഞാനത്തിൻ്റെ വസ്ത്രമായിട്ടാണ് വരുന്നത്. അപ്പോൾ പുരോഹിതനിൽ ലോകത്തിൻ്റെ ദുഃഖം പേറുന്ന പുരോഹിതൻ, ലോകത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടി, ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്ലീഡ് ചെയ്യുന്ന അഡ്വക്കേറ്റായിട്ട് നിൽക്കുന്ന പുരോഹിതൻ, ജനത്തിന് വിജ്ഞാനം പകർന്നു കൊടുക്കേണ്ടുന്നതായ ദൗത്യമുള്ള പുരോഹിതൻ. ഈ മൂന്നർത്ഥങ്ങളാണ് ഈ പുരോഹിതൻ ധരിക്കുന്ന ഈ കറുപ്പ് വസ്ത്രത്തിൽ ഉള്ളടങ്ങിയിട്ടുള്ളത്. അപ്പോൾ എന്തെല്ലാം അടയാളങ്ങളാണ്! ഒരു ചെറിയ നിറത്തിൽ, ഒരു ചെറിയ വസ്ത്രത്തിൽ പോലും ഒത്തിരിയധികം പ്രതീകങ്ങളും അടയാളങ്ങളും ഉൾക്കൊണ്ടിരിക്കുന്നത്. ഓർത്തഡോക്സ് സഭയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതാ. നമുക്ക് മനസ്സിലാക്കാൻ വളരെ പ്രയാസമാണ്. പക്ഷേ ഒത്തിരി ഇൻറ്റേർണൽ റലം, ആന്തരികമായിട്ട് പോകുമ്പോൾ ഒത്തിരി അർത്ഥങ്ങളുള്ളതാണ് നമ്മൾ അനുഷ്ഠിക്കുന്ന ഓരോ കർമ്മത്തിനും, ഓരോ അനുഭവ തലങ്ങൾക്കും. അപ്പം ഇവിടെ ഓർപ്പിച്ചത് മറ്റൊരു സിംബലാണ്, ദ ബ്രൈഡ് ഓഫ് ക്രൈസ്റ്റ്. മണവാളനും മണവാട്ടിയും. മണവാളനെയും മണവാട്ടിയും എത്ര ദിവസം നമ്മൾ മണവാളനും മണവാട്ടിയെന്ന് വിളിക്കും? കല്യാണം ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ മണവാളനും മണവാട്ടിയാണ്. എത്ര ദിവസം വരെ വിളിക്കും? മാക്സിമം കല്യാണ ദിവസം വിളിക്കും. ചിലപ്പോൾ വിരുന്ന് വരുന്ന സമയത്ത് ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച കൂടി മണവാളനും മണവാട്ടിയും വിളിക്കും. 1 വർഷം കഴിഞ്ഞാൽ പിന്നത്തെ വിളിക്കും. മണവാളനും മണവാട്ടിന്ന് വിളിക്കുമോ? ദർ ഇസ് എ ന്യൂനെസ് ഇൻ ദാറ്റ്. എപ്പോഴും പുതുക്കത്തിൻ്റെതായ, പുതുമയുടേതായ ഒരു അനുഭവമാണ് മണവാളനും മണവാട്ടിയും തമ്മിലുള്ള ബന്ധം. എപ്പോഴും ആ ഫ്രഷ്നെസ് ഉണ്ട്. സഭ ക്രിസ്തുവിൻ്റെ മണവാട്ടിയാണ്. അത് ഒരു ദിവസമല്ല, ഇറ്റ്സ് ഇൻ എറ്റേണൽ റലം. അതായത് ഇത് നിത്യമായിട്ട് മണവാളനും മണവാട്ടിയാണ്. അതുകൊണ്ട് എന്താ, എപ്പോഴും ഒരു പുതുക്കമുണ്ട്, ഒരു പുതുമയുണ്ട്. ഇവിടെ നഷ്ടപ്പെട്ടു പോകുന്നത്, ഭാര്യാഭർത്തൃ ബന്ധത്തിൽ പ്രശ്നങ്ങളുണ്ടാകുന്നത് എപ്പോഴാണ്? പുതുമ നഷ്ടപ്പെടുമ്പോഴാണ്. പുതുമ നഷ്ടപ്പെടുമ്പോൾ ബോറിംഗ് ആയെന്ന് പറയും.
ഈ പാശ്ചാത്യ ലോകത്തൊക്കെ ഈ പെട്ടെന്നാണ് വിവാഹമോചനമൊക്കെ. 2 വർഷമൊക്കെ ഒരുമിച്ച് ജീവിച്ചു കഴിഞ്ഞ് ഭാര്യ ഭർത്താവിനോട് പറയും, ഐ ഫീൽ ബോർഡ്. ഭർത്താവ് പറയും, ഐ ഓൾസോ ഫീൽ ബോർഡ്, സോ വാട്ട് വി ക്യാൻ ഡു, ലെറ്റ് വി ഡിവോഴ്സ്. ബോറിംഗ് ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യും? ഡിവോഴ്സ് ചെയ്യും. അപ്പോൾ പുതുമയെന്ന് പറയുന്നത് മണവാളത്വത്തിൻ്റെ അടയാളമാണ്. അപ്പോൾ എപ്പോഴും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നമുക്ക് പുതുക്കം ലഭിക്കും. ചർച്ച് ഇസ് ദ ബ്രൈഡ് ഓഫ് ക്രൈസ്റ്റ്. നമ്മൾ ദൈവത്തിൻ്റെ മണവാട്ടിയായി തീരുമ്പോൾ, നമ്മൾ വിവാഹകുദാശയിലൊരു പാട്ട് പാടുന്നുണ്ട്, ഈ ഉള്ളോളെ തള്ളരുതേ, മാനിപ്പാൻ മടി കാണിച്ചാൽ ക്ഷീണിച്ചയ്യോ ഞാൻ ചാകും. മണവാട്ടി മണവാളിനോട് പറയുന്ന ഒരു പദമാണ്, നാഥാ ദൂരെ പോകരുതേ, ഈ ഉള്ളോളെ തള്ളരുതേ, മാനിപ്പാൻ മടി കാണിച്ചാൽ ക്ഷീണിച്ചയ്യോ ഞാൻ ചാകും. മണവാളനും മണവാട്ടിയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഏറ്റവും ഊഷ്മളമായ ഒരു വരികളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം സഭ ക്രിസ്തുവിൻ്റെ മണവാട്ടിയാകുമ്പോൾ എപ്പോഴും ആ ബന്ധത്തിൻ്റെ പുതുമയിലാണ് ജീവിക്കുന്നത്. അപ്പം നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് മണവാളിന് മണവാട്ടിയോടുള്ള ബന്ധം പോലെയാണ്, മണവാട്ടിക്ക് മണവാളിനോടുള്ള ബന്ധം പോലെ ആയിരിക്കണം നമുക്ക് എപ്പോഴും ആ പുതുക്കത്തിൻ്റെ അനുഭവത്തിലാണ് ജീവിക്കേണ്ടത്. അപ്പം മണവാളൻ്റെ മണവാട്ടിയുടെ ആ പുതുമ എന്ന് പറയുന്നത് അവരുടെ ആദ്യത്തെ സംസാരങ്ങളിൽ, ആദ്യത്തെ ഇടപെടലുകളിലൊക്കെ ആ ഒരു പുതുക്കം എപ്പോഴും അനുഭവിച്ചറിയുവാനായിട്ട് ഇടയാകും. അപ്പം ഇതുപോലെ യേശുനാഥനുമായിട്ട്, നമ്മുടെ മശിഹായുമായിട്ട് നമുക്ക് എപ്പോഴാണോ ഈ പുതുക്കത്തിൻ്റെ ആത്മാവിൽ ഓരോ ദിവസവും ജീവിക്കാൻ സാധിക്കുന്നത്, അവിടെയാണ് നമ്മൾ മണവാട്ടിയായി തീരുന്നത്. എല്ലാ ദിവസവും ആദ്യം നമ്മൾ മാമോദീസയിൽ അവനെ സ്വീകരിച്ചപ്പോഴുള്ള ഫ്രഷ്നെസ് ഉണ്ടല്ലോ, ആ ഒരു പുതുക്കമുണ്ടല്ലോ, ആ ഒരു വിശുദ്ധി ഉണ്ടല്ലോ, ആ ഒരു നിർമ്മലത, നിഷ്കളങ്കത, അത് ഓരോ ദിവസവും നമുക്ക് കാത്തു സൂക്ഷിക്കുവാൻ സാധിക്കുമ്പോൾ ആ മണവാളത്വത്തിൻ്റെ പുതുക്കത്തിൽ, മണവാട്ടിയുടെ ആ വിശുദ്ധിയിൽ ഓരോ നിമിഷവും വളരുകയാണ്. അപ്പോൾ എല്ലാ ദിവസവും നാം അവനോട് സംസാരിക്കുമ്പോൾ, അവനോട് സംസാരിച്ചുകൊണ്ട്, അവനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ ഈ മണവാളത്വത്തിൻ്റെ ഈ മണവാട്ടിയുടെ പുതുക്കമാണ് അവിടെ അനുഭവിച്ചറിയുന്നത്. അവിടെ മണവാളൻ എപ്പോഴും, മണവാളനും മണവാട്ടിയും തമ്മിലുള്ള ബന്ധത്തിലെ മറ്റൊരു അടയാളം എന്ന് പറയുന്നത് കെയറിങ്ങാണ്. എഫേസ്യ ലേഖനത്തിൽ പറയുന്ന ഒരു പ്രധാന പദമാണ്, സഭ ക്രിസ്തു സഭയുടെ തലയായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ തലയാണ്. എങ്ങനെ? ശിരസിൻ്റെ ഡ്യൂട്ടി എന്നാ? തലയുടെ ഡ്യൂട്ടി എന്നാ? നമ്മുടെ ശിരസ് നമ്മുടെ ശരീരത്തുമായിട്ടുള്ള ബന്ധത്തിൽ എന്ത് ഡ്യൂട്ടിയാണ് ചെയ്യുന്നത്? കൺട്രോൾ ചെയ്യുകയാണോ? Is it the duty of the brain is to control the body? കൺട്രോൾ എന്ന് പറഞ്ഞ പദം നമ്മൾ ബയോളജിയിലൊക്കെ ഉപയോഗിക്കുന്നുവെങ്കിലും, ബട്ട് നമ്മൾ ഈ ശരീരത്തിൻ്റെ പരിപാലനമാണ് തലച്ചോറിൻ്റെ ഡ്യൂട്ടി. കൈക്ക് ഒരു മുള്ളു കൊണ്ടാൽ, അല്ലെങ്കിൽ കാലിനൊരു മുള്ളു കൊണ്ടാൽ ആദ്യം അറിയുന്നത് എവിടെയാ? ശിരസിലാണ്. അപ്പം ആ മുറിവ് ഉണക്കാൻ വേണ്ടിയുള്ള ആജ്ഞ കൊടുക്കേണ്ടത് ആരാ? എവിടുന്നാ പോണ്ടേ? തലയിൽ നിന്നാണ് പോണ്ടേ. അപ്പം ഒരു കയ്യിലൊരു വേദന, ചെറിയൊരു വേദന, അതിനെ സൗഖ്യമാക്കണമെങ്കിൽ തലയിൽ നിന്ന് ആജ്ഞ എന്നെങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ. അപ്പോൾ സഭയും ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് സഭയുടെ ഒരു കൊച്ചു വേദനയാണ്. നമ്മുടെ ഒരു കൊച്ചു വേദന എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ വേദനയാണ്, നമ്മുടെ കർത്താവിൻ്റെ വേദനയാണ്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ ശൗലേ ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് ക്രിസ്തു ചോദിച്ചത്. ആരെയാ പൗലോസ്ലീഹ ഉപദ്രവിച്ചത്? കർത്താവിനെ അല്ലായിരുന്നു. ആരെയാ ഉപദ്രവിച്ചേ? സഭയെ ഉപദ്രവിച്ചപ്പോൾ ആർക്കാ വേദനയുണ്ടായത്? കർത്താവിന് വേദനയുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് ചോദിച്ചത്, ശൗലേ ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? അപ്പം നമ്മുടെ വേദന എന്ന് പറയുന്നത് കർത്താവിൻ്റെ വേദനയാണ്. എപ്പോൾ നമുക്ക് ആ ഒരു ചിന്തയിലേക്ക് എത്താൻ പറ്റുമോ അവിടെയാണ് നമ്മൾ സഭയാകുന്നത്. അതുവരെ നമ്മൾ എവിടെ നിൽക്കുന്നത്? ബാഹ്യമായ ഈ കാര്യങ്ങളിലൊക്കെയാണ് നമ്മുടെ ശ്രദ്ധ പോകുന്നത്. അപ്പം നമ്മുടെ മനസ്സ്, സഭ നിർമ്മിതമാകുന്നത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലാണ്. ദൈവരാജ്യത്തിൻ്റെ ഒരു അടയാളമാണ് എപ്പോഴും സഭ. ദൈവരാജ്യത്തിൻ്റെ ഫോർട്ടേസ്റ്റാണ്, മുൻ ആസ്വാദനമാണ് സഭ. ദൈവരാജ്യത്തിൽ നമ്മൾ എങ്ങനെ ആയിരിക്കുന്നോ അതിൻ്റെ മുൻ ആസ്വാദനമായിട്ടാണ് സഭാജീവിതം നമുക്ക് തരുന്നത്. അപ്പോൾ ദൈവരാജ്യം എന്ന് പറയുന്നത് എങ്ങനെയാണ് വരുന്നതെന്ന് കർത്താവിൻ്റെ അടുക്കൽ വന്ന് ചോദിച്ചു. ശിഷ്യന്മാർ ചോദിച്ചപ്പോൾ ആദ്യം അവരോട് പറഞ്ഞു, ദൈവരാജ്യം എവിടെയാണ്? നിങ്ങളുടെ ഇടയിൽ തന്നെയാകുന്നു. കുറച്ച് കഴിഞ്ഞ് വീണ്ടും കുറച്ചുകൂടി ഗ്രാജുവലായിട്ട് വളർന്നു കഴിഞ്ഞപ്പോൾ കർത്താവിൻ്റെ അടുക്കൽ വന്നിട്ട് ശിഷ്യന്മാർ ചോദിച്ചു, ദൈവരാജ്യം എവിടെയാ? ദൈവരാജ്യം നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ്. ഇറ്റ്സ് എ ഇന്നർ, ആന്തരികമായ തലത്തിലാണ് ദൈവരാജ്യം. അപ്പം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവരാജ്യ അനുഭവത്തിലേക്ക് വളരുവാൻ സാധിച്ചില്ല എങ്കിൽ നമ്മുടെ കുടുംബത്തിൽ ദൈവരാജ്യം ഉണ്ടാകത്തില്ല. നമ്മുടെ കുടുംബത്തിൽ ദൈവരാജ്യം ഉണ്ടായില്ലെങ്കിൽ പള്ളി വരുമ്പോൾ അവിടെ ദൈവരാജ്യം ഉണ്ടാകത്തില്ല. അപ്പം ദൈവരാജ്യം എന്ന് പറയുന്നത് നമ്മൾ എന്നും പ്രാർത്ഥിക്കും, എന്താ? നിൻ്റെ രാജ്യം
വരേണമേ. സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥനയിൽ ഏറ്റവും പ്രധാന ഒരു തീമാണ് നിൻ്റെ രാജ്യം വരേണമേ. എവിടെയാണ് വരേണ്ടത്? എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലാണ്. ദൈവരാജ്യത്തിൻ്റെ അടയാളം എന്താ? അവിടെ ആരുടെ ഇഷ്ടം? ഒരു രാജ്യത്തിൽ ആരുടെ ഇഷ്ടമാണ് നിറവേറ്റേണ്ടത്? രാജഭരണമുള്ള രാജ്യമാണെങ്കിൽ രാജാവിൻ്റെ ഇഷ്ടം നിറവേറുന്നതാണ് രാജ്യമാകുന്നത്. അപ്പം നമ്മുടെ ഈ ക്രിസ്ത്യൻ ലൈഫിൽ ദൈവത്തിൻ്റെ ഇഷ്ടം എപ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിറവേറുന്നോ അവിടെയാണ് ദൈവരാജ്യം സ്ഥാപിതമാകുന്നത്. അപ്പം നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ എന്ന് പറയുന്നത് ദൈവരാജ്യത്തിൻ്റെ ചേർന്ന് വരുന്ന പദമാണ്. നമ്മുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ ഇഷ്ടമാണ് നിറവേറുന്നെങ്കിൽ അവിടെ ദൈവരാജ്യം വരികയാണ്. നമ്മുടെ കുടുംബത്തിൽ ദൈവത്തിൻ്റെ ഇഷ്ടമാണ് നിറവേറുന്നെങ്കിൽ ആ കുടുംബത്തിൽ ദൈവരാജ്യ അനുഭവത്തിലേക്ക് വരികയാണ്. ആ കുടുംബം ഒരുമിച്ച് ചേരുമ്പോൾ പള്ളിയിലും ദൈവരാജ്യം ഉണ്ടാകുകയാണ്. അല്ലാതെ അച്ഛൻ പ്രസംഗിക്കുമ്പോൾ പെട്ടെന്നുണ്ടാകുന്ന ഒരു മാജിക്കൊന്നുമല്ല ദൈവരാജ്യം എന്ന് പറയുന്നത്. അത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വളർത്തിയെടുക്കേണ്ടതായ ആത്മതലത്തിൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വളർന്നു വരേണ്ടതായ ഒരു അനുഭവമാണ് ദൈവരാജ്യം എന്ന് പറയുന്നത്. വിച്ച് ദ ഏൻഷ്യന്റ് ചർച്ച് ഓഫ് ദ വേൾഡ്? ലോകത്തിലെ ഏറ്റവും പുരാതനമായ ദേവാലയം ഏതാ? ഏതാ? യെരുശലേം ദേവാലയം. അതിനു മുമ്പ് ദേവാലയം ഉണ്ടായിരുന്നു. സോ വി ആർ കൺസേണിങ് അബൌട്ട് ദ എക്സ്റ്റേണൽ ചർച്ചസ്. ഏറ്റവും പുരാതനമായ ദേവാലയം ഏതാ? നമ്മുടെ ശരീരമാണ്. മനുഷ്യ ശരീരമാണ് ഏറ്റവും പുരാതനമായ ദേവാലയം. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് അവനിൽ എന്ത് കൊടുത്തു? ദൈവത്തിൻ്റെ ജീവശ്വാസം കൊടുത്തു. അപ്പം ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്ന സ്ഥലമാണ് ദേവാലയം. അതുകൊണ്ടാണ് പൗലോസ്ലീഹ ഓർപ്പിക്കുന്നത്, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കുന്നുവെന്നും നിങ്ങൾക്കറിയുന്നില്ലയോ? അപ്പോൾ ദൈവത്തിൻ്റെ മന്ദിരമാണ് നമ്മൾ. പൗലോസ്ലീഹ എപ്പോഴും ഓർപ്പിക്കുന്ന ഒരു പദമാണ്, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാണ്. അപ്പം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവം വസിച്ചില്ല എങ്കിൽ, ദൈവത്തിൻ്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തു കളഞ്ഞെങ്കിൽ പിന്നെ എവിടെയാണ് ദൈവത്തിന് വസിക്കാൻ സാധിക്കുന്നത്? അപ്പം ഹ്യൂമൻ ബോഡി ഈസ് ദ ഏൻഷ്യന്റ് ചർച്ച് ഓഫ് ദ വേൾഡ്. ഏറ്റവും പുരാതനമായ സഭയെന്ന് പറയുന്നത്, ഏറ്റവും പുരാതനമായ പള്ളി എന്ന് പറയുന്നത്, ദേവാലയം എന്ന് പറയുന്നത് മനുഷ്യ ശരീരമാണ്. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലാണ് ദൈവം വസിക്കേണ്ടത്. അവിടെ ദൈവത്തെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് പള്ളിയിൽ പോയാൽ ദൈവത്തെ കണ്ടെത്താൻ പറ്റുകയില്ല. മുറോൻ കൂദാശ നടത്തുന്നത്, വിശുദ്ധ മുറോൻ കൂദാശ നടത്തുന്നത് ഏതൊക്കെ ഒക്കേഷനില്ല? എപ്പോഴൊക്കെ? മാമോദീസായിക്കും. അതായത് അതിൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ദേവാലയം കൂദാശ ചെയ്യാൻ മാത്രമേ വിശുദ്ധ മൂറോൻ ഉപയോഗിക്കത്തുള്ളൂ. ഏതൊക്കെ ദേവാലയം? ശരീരമാകുന്ന ദേവാലയവും പള്ളിയാകുന്ന ദേവാലയവും കൂദാശ ചെയ്യാൻ മാത്രമേ വിശുദ്ധ മൂറോൻ ഉപയോഗിക്കത്തുള്ളൂ. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേക തൈലമാണ്. അപ്പം ദേവാലയം ദൈവസ്ഥാനമാകുന്നത് വിശുദ്ധ മൂറോനാകുന്ന അഭിഷേക തൈലം കൊണ്ട് അഭിഷേകം ചെയ്ത് റൂഷ്മ ചെയ്യുമ്പോഴാണ് ദേവാലയം ദൈവസ്ഥാനമായി തീരുന്നെന്ന സഭയുടെ ഏറ്റവും വലിയ വിശ്വാസം. നമ്മൾ ദൈവനിവാസമായി തീർന്നത് മാമോദീസായിൽ വിശുദ്ധ മൂറോൻ അഭിഷേകത്തിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ കൃപകൾ നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു കവിയുവാനായിട്ട് നമ്മെ എവിടെയൊക്കെയാണ് പൂശിയത്? നെറ്റിയിൽ, പിന്നെ ശരീരത്തെ ആകമാനം. അതിൻ്റെ ഒരു പ്രോസസ്സുണ്ട്. തലയിൽ കൂടി ഇങ്ങനെ കടന്നു വന്ന് കയ്യിൽ കൂടി കടന്ന് കാലുകളിൽ കൂടി കടന്ന് 3 വട്ടം പിന്നെയും കറങ്ങി നെഞ്ചത്ത് അങ്ങനെ കറങ്ങി 3 സർക്കിൾ പൂർത്തിയായി തരുമ്പോഴാണ് മൂറോൻ കൂദാശ പൂർത്തിയാകുന്നത്. അപ്പം വിശുദ്ധ മൂറോൻ അഭിഷേകം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേക തൈലത്താൽ ദൈവത്തിൻ്റെ നിവാസമായി കൂദാശകളിലൂടെ ദൈവം നമ്മെ ആക്കി തീർക്കുകയാണ്. അപ്പം നമ്മൾ ദൈവത്തിൻ്റെ ആലയമാണെന്ന് മറന്നു പോകുമ്പോഴാണ് ദുഷ്കാലങ്ങളിലേക്ക്, ദുഷ്ട പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ വീണു പോകുന്നത്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ എപ്പോഴും ഓർപ്പിക്കുന്നു, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാണ്. അപ്പം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലാണ് സഭയാകുന്ന മന്ദിരം, സഭയാകുന്ന ബ്രൈഡ്, സഭയാകുന്ന മണവാട്ടി എന്ന് പറയുന്നത്. ആ മണവാട്ടിയുടേതായ പ്രത്യേകതകൾ നമ്മുടെ ഉള്ളിൽ വളർന്നു വരണം. അവിടെ വിശുദ്ധിയാണ് ഏറ്റവും വലിയ കറ, ചുളുക്കം, മാലിന്യം ഇവയില്ലാത്ത വിശുദ്ധയാണെന്ന മണവാട്ടിയെക്കുറിച്ച്, സഭയാകുന്ന മണവാട്ടിയെക്കുറിച്ച് എപ്പോഴും ഓർപ്പിക്കുന്നതായ ഒരു പദം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കറയോ ചുളിവോ മാലിന്യമോ ഇല്ലാത്തതായ നമ്മുടെ മനസ്സിനെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാൻ സാധിക്കുമ്പോൾ അവിടെയാണ് നമുക്ക് ദൈവസാന്നിധ്യം അനുഭവിച്ചറിയാൻ തീരുന്നതായ മണവാട്ടിയായി തീരുവാനായിട്ട് സാധിക്കുന്നത്. സോ ദ സെക്കൻഡ് പൊസിഷൻ, മശിഹ തൻ മണവാട്ടി ആയിടും ശുദ്ധസഭ. രണ്ടാമത് എന്താ പറയുന്നത്? ഭാഗ്യങ്ങൾ പൂർണ്ണമതാം. ഇറ്റ്സ് ഫുൾഫിൽഡ് വിത്ത് ബ്ലെസ്സിങ്സ്.
അനുഗ്രഹങ്ങളുടെ പൂർത്തീകരണമാണ് സഭ. അനുഗ്രഹങ്ങളാൽ പൂർത്തീകരിക്കപ്പെട്ട പൂർത്തീകരണത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന അനുഭവമാണ് സഭയിലുള്ളത്. ബ്ലെസ്സിങ് എന്ന് പറയുന്നത് ആദിമസഭയിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്കൊക്കെ നമ്മുടെ തലമുറയ്ക്ക് ഇന്ന് അന്യമായി പോകുന്നത് ഈ ബ്ലെസ്സിങ്ങാണ്. പഴയ കാലത്ത് ഈ മാതാപിതാക്കന്മാരെ കുഞ്ഞുങ്ങളെയൊക്കെ വിളിച്ച് അനുഗ്രഹിക്കുമായിരുന്നു. അവരുടെ കാല് തൊട്ട് വന്നിച്ചിട്ട് പരീക്ഷയ്ക്കോ മറ്റു കാര്യങ്ങൾക്കോ ഒക്കെ പോകാറുള്ളായിരുന്നു. ഇന്ന് നമ്മുടെ കൾച്ചറൊക്കെ മാറിക്കഴിഞ്ഞ് നമ്മുടെ കൾച്ചർ എങ്ങനെയാണ്? പഴയ കാലത്ത് പരീക്ഷയ്ക്ക് പോവുകയാണെങ്കിൽ അമ്മ എന്ത് ചെയ്യാൻ അറിയോ? ബാ മോനെ, അല്ലെങ്കിൽ അപ്പച്ചനും അമ്മച്ചിയൊക്കെ വീട്ടിൽ വിളിച്ചിട്ട് തലയെ കൈവച്ച് അനുഗ്രഹിച്ചിട്ടാണ് പരീക്ഷയ്ക്ക് അല്ലെങ്കിൽ പ്രധാന ഒക്കേഷനിൽ ജോലിക്കൊക്കെ പോകുന്നത്. ഇന്ന് ആ ഒരു സംസ്കാരം മാറി ഹായ് ബൈ കൾച്ചറാണ്. ഹായ് ബൈ, മമ്മിയെ കാണുമ്പോൾ ഹായ്, മമ്മി പറയും ബായ്. ഇപ്പോൾ ദൂരെ എന്നുള്ള ഹായ് ബൈ കൾച്ചറിൽ അങ്ങ് പോവുകയാണ്. ബ്ലെസ്സിങ് എന്ന് പറയുന്നത് സ്പർശനത്തിലൂടെ പഴയ കാലത്ത് അങ്ങനെയായിരുന്നു. ഈ വേദപുസ്തക പാരമ്പര്യം നോക്കിക്കേ, അപ്പൻ്റെ ബ്ലെസ്സിങ് നേടാൻ വേണ്ടി എന്തെല്ലാം ഉപായങ്ങൾ പ്രയോഗിക്കുന്ന മക്കളെ കാണുന്നേ. ആരാ? യാക്കോബ്. അപ്പൻ്റെ അനുഗ്രഹം നേടാൻ വേണ്ടി അമ്മ വളരെ ഉപായം പറഞ്ഞു കൊടുത്തിട്ട് അപ്പൻ്റെ ബ്ലെസ്സിങ് വാങ്ങിക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മളാരെങ്കിലും നമ്മുടെ പിതാക്കന്മാരുടെ അടുക്കൽ അപ്പൻ്റെ ബ്ലെസ്സിങ് എനിക്ക് തരണമെന്ന് പറഞ്ഞ് ചെല്ലാവോ? പക്ഷെ എന്തു വേണം നമുക്ക്? അപ്പൻ്റെ ബാങ്ക് ബാലൻസ് വേണം, അപ്പൻ്റെ എന്തെങ്കിലും സമ്പത്ത് ട്രഷറൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വിധിച്ചു കിട്ടാനായിട്ട് പോകും. പക്ഷെ മാതൃത്വത്തിൻ്റെ പിതൃത്വത്തിൻ്റെ ബ്ലെസ്സിങ് എന്ന് പറയുന്നത് വളരെ ഒരു പ്രധാനമായിട്ട് പഴയ കാലത്ത് കരുതിയിരുന്നു. അപ്പം സഭയെന്ന് പറയുന്നത് ഈ അനുഗ്രഹത്തിൻ്റെ പൂർത്തീകരണമാണ് സഭ. ഭാഗ്യങ്ങൾ കൊണ്ട് പൂർത്തീകരിക്കപ്പെട്ടതാണ് സഭ. ഭാഗ്യങ്ങളെന്ന് പറയുന്നത് ബ്ലെസ്സിങ് എന്നുള്ളതിൻ്റെ മറ്റൊരു പദമായിട്ടാണ് ഇവിടെ ഭാഗ്യമെന്ന് പറഞ്ഞ് ഉപയോഗിക്കുന്നത്. അപ്പം ബ്ലെസ്സിങ്, ദൈവത്തിൻ്റെ അനുഗ്രഹമില്ല എങ്കിൽ നമ്മൾ ഒന്നും നേടാൻ പോകുന്നില്ല. സഭ ആധ്യാത്മിക പ്രമാണത്തിലെ ഏറ്റവും പ്രധാനമായൊരു കാര്യമാണ്. ഇന്നത്തെ കാലത്ത് നമ്മളൊക്കെ ദൈവത്തെ വിളിക്കുന്നത്, നമുക്ക് വേണ്ടത് എന്താ? നമുക്ക് നല്ല ജോലി, നമുക്ക് നല്ല റിസൾട്ട്, നല്ല കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ദൈവത്തെ വിളിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ദൈവത്തിൻ്റെ പ്രയോഗങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നില്ല. സോ വി ആർ ട്രാൻസ്ഫോമിങ് ആസ് ടു അവർ ക്രിസ്ത്യൻസ്. എത്ര മണിക്കൂറുണ്ട് നമ്മൾ ക്രിസ്ത്യാനികൾ? പള്ളി വരുന്ന 2 മണിക്കൂർ നമ്മൾ ക്രിസ്ത്യാനികളാണ്. ബാക്കി സമയമോ നമ്മുടെ ഇഷ്ടം അനുസരിച്ചാണ് ജീവിക്കുന്നത്. സോ ക്രിസ്ത്യാനിറ്റി ഈസ് റിമെയിൻഡ് ആസ് 2 hour, 2 മണിക്കൂറത്തേക്കിന് മാത്രം. ഞായറാഴ്ച മാത്രം ക്രിസ്ത്യാനികളും ബാക്കി സമയമെല്ലാം മറ്റു ജാതികളെക്കാൾ നികൃഷ്ടമായ ജീവിതം നയിക്കുന്നവരുമായി തീരുകയാണ് ക്രിസ്തീയ ജീവിതത്തിലെ അംഗങ്ങളായ നാം. സോ നമ്മൾ മാറേണ്ടത് പൂർണ്ണസമയ ക്രിസ്ത്യാനികളായി തീരണമെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം നിരന്തരം നേടുന്നവരായി തീർന്നെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പം നമുക്ക് ദൈവത്തിൻ്റെ കൃപകൾ വേണ്ടത്, ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ വേണ്ടത് നന്മയിൽ എന്നും ജീവിക്കുവാനായിട്ടാണ്. എന്നും നന്മയിൽ ജീവിക്കുവാനായിട്ടുള്ള കൃപയുണ്ടെങ്കിൽ ആ കൃപ ആണ് ഏറ്റവും വലുത്. എവറിത്തിങ് മൈനസ് ഗ്രേസ് ഓഫ് ഗോഡ് ഈക്വൽ ടു 0 എന്ന് പറയും. എവറിത്തിങ് മൈനസ് ഗ്രേസ് ഓഫ് ഗോഡ് ഈക്വൽ ടു 0. അതൊന്ന് തിരിച്ചിട്ടാലോ, സോൾവ് ചെയ്താൽ അങ്ങനെ ഇരിക്കും. ഈക്വൽസിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോയാലോ? നമ്മൾ മാത്സ് പഠിക്കുമ്പോൾ ഇക്വേറ്റ് ചെയ്യുമല്ലോ, എങ്ങനെയാ? അല്ലെങ്കിൽ തിരിച്ചിട്ടാൽ ഗ്രേസ് ഓഫ് ഗോഡ് ഈക്വൽ ടു എവറിത്തിങ്. ഗ്രേസ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ കൃപയുണ്ടെങ്കിൽ അവിടെ എല്ലാമായി. ഇറ്റ്സ് എവറിത്തിങ്. എവറിത്തിങ് മൈനസ് ഗ്രേസ് ഓഫ് ഗോഡ് ഈക്വൽസ് ടു 0. എല്ലാം ഉണ്ടെങ്കിലും ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മോട് കൂടി ഇല്ലെങ്കിൽ അവിടെ 0 ആയി തീരും. പക്ഷേ ദൈവത്തിൻ്റെ കൃപയുണ്ടെങ്കിൽ, എല്ലാത്തിനേക്കാൾ കൂടുതലായിട്ട് ദൈവത്തിൻ്റെ കൃപയുണ്ടെങ്കിൽ അവിടെ നമുക്ക് എല്ലാം ഉള്ളതായി തീരും. അവിടെ ഭാഗ്യങ്ങൾ കൊണ്ട് പൂർണ്ണമത. മൂന്നാമതായിട്ട് കാണുന്ന ചിന്ത, ഇറ്റ്സ് പറുദീസ സദൃശ്യമഹോ. പറുദീസ പോലെയാണ് സഭ. എന്താ പറുദീസ എന്ന് പറയുന്നത്? പറുദീസ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? പൂന്തോട്ടമാണ്. ഏത് പൂന്തോട്ടമാണ്? ആദ്യത്തെ പൂന്തോട്ടത്തിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? ആദ്യത്തെ ഒരു പൂന്തോട്ടം ഉണ്ടായിരുന്നു. നമ്മുടെ വല്യപ്പച്ചനെയും വല്യമ്മച്ചയൊക്കെ താമസിപ്പിച്ച പൂന്തോട്ടം, ഏദൻ തോട്ടം. ആ പൂന്തോട്ടത്തിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? എന്തോ? സമൃദ്ധി. ഓക്കെ, ഇറ്റ്സ് വൺ. സമൃദ്ധി, സമൃദ്ധമായ എല്ലാം ഉള്ള ഒരു സ്ഥലമാണ് പൂന്തോട്ടം. സോ പറുദീസ സദൃശ്യമാണ് നമ്മുടെ സഭയെന്നാണ്. സഭയിലില്ലാത്ത എന്തെങ്കിലും ഉണ്ടോ? നമ്മൾ പലപ്പോഴും മറ്റുള്ളിടത്തേക്ക് ഓടിപ്പോയി, ഇവിടെ ഒന്നും ഇല്ലെന്ന്, ഒന്നും കിട്ടുന്നില്ലെന്ന്. പക്ഷെ നമുക്ക് ഇവിടെ സമൃദ്ധമായ കൃപകൾക്കുള്ള എല്ലാമുണ്ട് നമ്മുടെ സഭയിൽ.
പക്ഷേ എന്താണെന്നറിയാമോ, നമ്മുടെ സഭയുടെ പ്രത്യേകത, ഇപ്പോൾ പ്രൊട്ടസ്റ്റന്റ് സഭകളിലൊക്കെ ആണെങ്കിൽ പ്രബോധനങ്ങൾക്കൊക്കെ വളരെയേറെ പ്രാധാന്യം കൊടുക്കും, പക്ഷേ അനുഷ്ഠാനങ്ങൾക്ക് പ്രാധാന്യമില്ല. പ്രഭാഷണങ്ങൾക്കും പ്രബോധനങ്ങൾക്കും അവിടെ പ്രാധാന്യം. അപ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ പറയുക എന്നുള്ളതാണ് മറ്റുള്ള പ്രൊട്ടസ്റ്റന്റ് ക്രിസ്ത്യാനിറ്റിയുടെ പ്രത്യേകത. നമ്മുടെ ഉള്ളത് അനുഷ്ഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രാധാന്യം. അനുഷ്ഠാനത്തിനാണ് ഇവിടെ പ്രാധാന്യം, അവിടെ പ്രഖ്യാപനത്തിനാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ചർച്ചിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? നിങ്ങൾക്ക് ഭക്ഷണം എങ്ങനെയാണ് തരുന്നത്? ഇരുത്തി വിളമ്പി തരികയാണോ? പിന്നെ എങ്ങനെ? പ്ലേറ്റും എടുത്തോണ്ട് തന്നെ എടുക്കുവാണോ വിളമ്പി തരുവാണോ? വിളമ്പി തരുവാണ്. കാരണം നമുക്ക് അത്രയും പരിചിതമാകാത്തതുകൊണ്ടായിരിക്കും. പക്ഷേ നമ്മുടെ നോർത്ത് ഇന്ത്യയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതിനെന്നാ പറയുന്നത്? സെൽഫ് സപ്ലൈയിങ്ങാണ്, ബഫേ സിസ്റ്റമാണ്. അതായത് എന്തൊക്കെ അവിടെയൊക്കെ ഇരിക്കുന്നെന്ന് പറഞ്ഞു തരും. അച്ഛൻ പറയും, ദാ 50 നോമ്പ് വരുന്നു, ദേ 15 നോമ്പ് വരുന്നു, വിശുദ്ധ കുർബാനയ്ക്ക് നിങ്ങളെല്ലാവരും പങ്കെടുക്കണം. എന്താ നമ്മുടെ സിസ്റ്റം എന്ന് പറയുന്നത്? അവനവന് അറിയാമല്ലോ എന്തൊക്കെ വേണമെന്ന്, എന്തൊക്കെ എവിടെയൊക്കെ ഇരിക്കുന്നെന്ന് സമയാസമയങ്ങളിൽ വൈദികരും പ്രബോധകരും പറഞ്ഞു തരും. എന്ത് ചെയ്യണം? നമുക്കിഷ്ടമുള്ളത് എന്ത് ചെയ്യണം? നമുക്കിഷ്ടമുള്ളതല്ല, നമുക്ക് ഗുണമുള്ളത് എന്ത് ചെയ്യണം? നമ്മളെടുത്ത് കഴിക്കണം. അപ്പോൾ ഈ സഭയിലെല്ലാം ഉണ്ട്. സഭയുടെ പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാം ഇവിടെ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മളത് എടുത്ത് കഴിക്കണം. നോമ്പെന്ന് പറയുന്നത് ആസ്വാദനമായി തീരുന്നത് നോമ്പിലൂടെ നമ്മൾ വളർന്നു വരുമ്പോഴാണ്. നോമ്പെടുത്തെങ്കിലേ നോമ്പിൻ്റെ ആസ്വാദനം നമുക്ക് മനസ്സിലാകുകയുള്ളൂ. അപ്പോൾ ഇരിക്കുന്ന ഭക്ഷണത്തിൻ്റെ രുചികൾ അറിയണമെങ്കിൽ അത് നമ്മൾ എടുത്തുപയോഗിച്ചെങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ. എല്ലാവർക്കും സ്പൂൺ ഫീഡിംഗ് ആയിട്ട് കൊണ്ടുതരുന്നതായ ശൈലി നമുക്ക് നടപ്പിലാവുകയില്ല. എങ്ങനെയാണ് പറ്റുന്നത്? 600 വീട്ടുകാരുള്ള ഒരു പള്ളിയിലെ ഒരച്ഛന് ദൈവരാജ്യത്തിലേക്ക് 600 ഭവനത്തിലെ ഒരു 3000-ഓളം അംഗങ്ങളെ എങ്ങനെ നടത്താൻ പറ്റും? സോ ഇറ്റ്സ് അവർ ഓൺ ഡ്യൂട്ടി. അതുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും ദൗത്യമുണ്ട്. നമ്മൾ ഓരോരുത്തരും ക്രിസ്തീയ സഭയിലെ അംഗങ്ങളായിട്ട് ഇവാഞ്ചലിസ്റ്റായിട്ടാണ് എപ്പോഴും സഭ കൽപ്പിക്കുന്നത്. എവരി ക്രിസ്ത്യൻ ഈസ് ആൻ ഇവാഞ്ചലിസ്റ്റ്. ഒരാൾ പള്ളിയിൽ വരുവാനായിട്ട് വന്നില്ല എങ്കിൽ കൊണ്ടുവരാനായിട്ടുള്ള ഡ്യൂട്ടി അയലത്ത് താമസിക്കുന്ന നമ്മുടേതാണ്, അച്ഛൻ്റെ മാത്രമല്ല. അയലത്ത് താമസിക്കുന്ന നമ്മൾ എന്ത് ചെയ്യണം? നീ വരുന്നില്ലയോ എന്ന്, എന്ത് പറ്റി എന്ന് വരുന്നില്ലെന്ന് ചോദിക്കേണ്ട ഡ്യൂട്ടി നമ്മുടേതാണ്. ഇറ്റ്സ് കൺസേൺ ഫോർ അതേഴ്സ്. ആ ഒരു കൺസേൺ നമുക്കില്ല എങ്കിൽ നമ്മുടെ ക്രിസ്ത്യാനിറ്റി വെറുതെയാണ്. നമ്മൾ രാവിലെ എഴുന്നേറ്റ് പള്ളി പോകുമെന്ന് മാത്രമല്ല, നമ്മുടെ അയലത്തുകാരൻ എന്തുകൊണ്ട് പള്ളി വരാതിരുന്നത് അതുകൂടെ ചോദിക്കാനായിട്ടുള്ള ചിന്ത നമുക്കുണ്ടെങ്കിലാണ് ആധ്യാത്മികതയുടെ ആന്തരാത്മാവ് നമ്മിൽ പ്രവർത്തിക്കുന്നത്. അപ്പം നമ്മുടെ ഡ്യൂട്ടിയാണ്, ഇറ്റ്സ് അവർ ഡ്യൂട്ടി. അപ്പോൾ ഇവിടെ പറയുന്നത് നമ്മുടെ ചിന്തയിൽ, നമ്മുടെ പ്രവർത്തനത്തിൽ ഈ പാരഡൈസ് എന്ന് പറയുന്നത് ഒന്ന് സമൃദ്ധിയുടേതാണ്. അപ്പോൾ എല്ലാമുണ്ട്, സമൃദ്ധമായ സഭ. 2, മറ്റൊന്നെന്താ? പർദീസയുടെ പ്രത്യേകത എന്താ? ഏറ്റവും വലിയ പ്രത്യേകത, ദേ ക്യാൻ റിയലൈസ് ദ പ്രസൻസ് ഓഫ് ഗോഡ്. ദൈവ സാന്നിധ്യമുള്ള പൂന്തോട്ടമാണ് എന്ത്? ഏദനിൻ്റെ പർദീസ. ആദത്തിനും ഹൗവയ്ക്കും എപ്പോഴും ദൈവത്തെ അടുത്ത് കാണുവാനായിട്ടും ദൈവത്തിൻ്റെ കാലൊച്ച കേൾക്കുവാനായിട്ടും ദൈവത്തോട് സംസാരിക്കുവാനായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം അവിടെ ഉണ്ടായിരുന്നു. അവർ പാപം ചെയ്തപ്പോൾ എന്ത് പറ്റി? പാപം ചെയ്തപ്പോൾ ആദ്യം എന്താ പറ്റിയത്? പാപം ചെയ്തപ്പോൾ ആദ്യം എന്ത് പറ്റി? ആദ്യം വസ്ത്രം ഉപയോഗിക്കാൻ തുടങ്ങിയത് എപ്പോഴാണ്? അതായത് ശരീരത്തെക്കുറിച്ചുള്ള ചിന്ത വർദ്ധിച്ചത് പാപത്തിൽ വീണപ്പോഴാണ്. അപ്പോൾ ശരീരത്തെക്കുറിച്ച് അതുവരെ അവർക്ക് ചിന്തയില്ലായിരുന്നു. അവരുടെ ചിന്ത ദൈവവും പങ്കാളിയും മാത്രമായിരുന്നു. പക്ഷേ സ്വന്തം ശരീരത്തിലേക്ക് അവർ വീണു പോയപ്പോഴാണ്, ഭക്ഷണത്തിലൂടെ അവർ പാപത്തിലേക്ക് വീണു പോയപ്പോൾ അവർക്ക് ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ട് ഒളിച്ചിരിക്കുക. അവർ എവിടെ പോയി ഒളിച്ചിരുന്നു? മറവുള്ള സ്ഥലത്ത് പോയി ഒളിച്ചിരുന്നു. ദൈവം വന്നപ്പോൾ ദൈവം വിളിച്ചപ്പോൾ എന്ത് പറഞ്ഞു? ഞങ്ങൾ ഒളിച്ചിരിക്കുക എന്ന് പറഞ്ഞു. ഇതൊരു സിമ്പലാണ്. നമ്മൾ പാപം ചെയ്യുമ്പോൾ, നമ്മുടെ ജീവിതത്തിലെ കൊച്ചു കൊച്ചു തെറ്റുകൾ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്നറിയോ? പോയി ഒളിച്ചിരിക്കും. അന്ന് പള്ളിയിൽ പോകാൻ തോന്നുകയില്ല, മദ്ബായി കയറാനായിട്ട് തോന്നുകയില്ല. അവനോട് ഇത് പറഞ്ഞിട്ട് എങ്ങനെയാണ് ഞാൻ പള്ളിയിൽ പോകുന്നത്? അപ്പോൾ അങ്ങനെ ഒരാഴ്ച ചിന്തിച്ചു. അടുത്ത ആഴ്ചയും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വിഷയമുണ്ടായി. അപ്പം നമ്മൾ എന്ത് ചെയ്യും? പിന്നെയും ദേവാലയത്തിൽ നിന്ന് പ്രാർത്ഥിക്കാനായിട്ട് തോന്നുന്നില്ല, പ്രാർത്ഥനയിൽ അങ്ങ് ഒളിച്ചിരിക്കുക. ദേവാലയത്തിൽ പോകുവാനായിട്ട് തോന്നുന്നില്ല, നമ്മൾ മനസ്സുകൊണ്ട് ഒളിക്കുക. അങ്ങനെ ഒരു ഗ്രാജുവലായിട്ട് ഒരു 2 മാസം നിങ്ങൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പള്ളിയിൽ കയറാൻ തോന്നുകയില്ല. ഇതാണ് മനസ്സിൻ്റെ ഒരു പ്രത്യേകതയായി ഒളിച്ചിരിക്കുകയാണ്. പാപം ചെയ്തു കഴിഞ്ഞാൽ ഏറ്റവും ഈ ഭയം കൊണ്ടും അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ വരുവാനായിട്ടുള്ള എന്തോ ഒരു ബുദ്ധിമുട്ട് നമുക്ക് തോന്നിയിട്ട് നമ്മൾ ഒളിച്ചിരിക്കുവാനായിട്ടുള്ളൊരു ശൈലി ജീവിതത്തിൽ ഉണ്ടാകും. ഇത് മനസ്സിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതാ ആദത്തിലും ഹൗവയിലും കാണുന്നത്. അവിടെയാണ് കർത്താവ് വന്നിട്ട് ചോദിച്ചത്, എന്ത് ആദമേ നീ എവിടെയാ? നീ വാ, മുന്നോട്ട് വരാനാണ് വിളിക്കുന്നത്.
അപ്പം ഇവിടെയാണ് റിപ്പൻറ്റൻസ് എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ വിളി വീണ്ടും എത്തുക. പാപത്തിലേക്ക് നിബന്ധിച്ചു പോയ മനുഷ്യനെ വീണ്ടും ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ദൈവം എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് തെറ്റുകൾ വന്നു കഴിഞ്ഞാൽ അനുദപിച്ചുകൊണ്ട് വീണ്ടും ദേവാലയത്തിലേക്ക് വരണം. അത് ഇട്ട് കളഞ്ഞിട്ട് പോകുക എന്നുള്ളതല്ല. അപ്പോൾ നമ്മുടെ ഡ്യൂട്ടി, നമ്മൾക്ക് ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ ദൗത്യം, എന്തെങ്കിലും തെറ്റുകളോ കുറവുകളോ ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അനുദപിച്ച് പിന്നെയും ദൈവസന്നിധിയിലേക്ക് വരിക എന്നുള്ള. ഇട്ടിട്ട് ഉപേക്ഷിച്ച് പോയി കഴിഞ്ഞാൽ നമ്മൾ വളരെ ദൈവത്തിൽ നിന്ന് അകന്നു പോകും. നാം അറിയാതെ തന്നെ ദൈവത്തിൽ നിന്ന് ഒത്തിരി അകന്നു പോകുവാനായിട്ട് ഇടയാകും. സോ റിയലൈസ് ദ പ്രസൻസ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്നത് സഭയിലൂടെയാണ്, നമ്മുടെ കൂദാശകളിലൂടെയാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവിച്ചറിയുവാനായിട്ട് സാധിക്കുന്നത്. ഇത് പർദീസ സദൃശ്യമഹോ. പിന്നെന്തുണ്ട് അവിടെ? മാമോദീസായി മതിൽ. ദർ ഇസ് ദ ബാപ്റ്റിസം. അവിടെ മാമോദീസയുണ്ട്. ഇന്നർ ചർച്ചിലേക്ക് പോകുമ്പോൾ നമുക്ക് മാമോദീസയിലൂടെയാണ് ഒരുവൻ ക്രിസ്തുവുമായിട്ട് ചേരുന്നത്. നമ്മുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവിനെ, പരിശുദ്ധാത്മാവിനെ നമുക്ക് ദാനമായിട്ട് നൽകുന്നത് വിശുദ്ധമായ മാമോദീസയിലൂടെയാണ്. ഈ മാമോദീസയുടെ നമ്മൾ പലപ്പോഴും ഇതൊക്കെ ചിന്തിക്കുന്നത് നമ്മുടെ ലോജിക്ക് ഉപയോഗിച്ചാണ്. ഇതെങ്ങനെയാണ് ഒരു കുഞ്ഞിനെ കൊണ്ടുവന്ന് വെള്ളത്തിൽ മുക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വന്നു? ഇത് സഭയുടെ അംഗമായിത്തീരുന്നു. അതുകൊണ്ട് ഈ സഭയുടെ മർമ്മങ്ങൾ, സഭയുടെ രഹസ്യങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് നമ്മുടെ ബുദ്ധിക്കാവുകയില്ല. നമ്മുടെ ബുദ്ധി കൊണ്ട് എത്രമാത്രം ഗ്രഹിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും നടക്കുകയില്ല. ഇറ്റ്സ് ഓൺലി ത്രൂ എക്സ്പീരിയൻസ്. അനുഭവ തലത്തിൽ കൂടെ മാത്രമേ ദൈവസാന്നിധ്യം അനുഭവിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. പുരോഹിതനല്ല മാമോദീസ മുക്കുന്നത്, അദൃശ്യമായ ദൈവകൃപയാണ്. പരിശുദ്ധ തൃത്വം ഇറങ്ങി വന്ന് വസിച്ചാണ് കുഞ്ഞിനെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ദൈവം ഏറ്റെടുക്കുന്നത്. അപ്പോൾ ഇവിടെ അദൃശ്യമായ ദൈവത്തിൻ്റെ കൃപയുടെ വ്യാപാരമാണ് ഓരോ കൂദാശയിലും നമ്മൾ കാണുന്നത്. അപ്പം മാമോദീസ എന്ന് പറയുന്ന കൂദാശയിലൂടെ നാം കാണുന്നത് അദൃശ്യമായ ദൈവത്തിൻ്റെ കൃപ ഇറങ്ങി വരുന്ന, സ്നാനമേൽക്കുകയും വായ്കൊണ്ട് വിശ്വാസം ഏറ്റുപറയുകയും രക്ഷിക്കപ്പെടുമെന്നാണ്. നിങ്ങളിൽ വായ്കൊണ്ട് വിശ്വാസം ഏറ്റു പറഞ്ഞിട്ടുള്ളവർ എത്ര പേരുണ്ട്? മാമോദീസ ഏറ്റവർ എത്ര പേരുണ്ട്? എല്ലാവരും മാമോദീസ ഏറ്റവരാണ്. വായ്കൊണ്ട് വിശ്വാസം ഏറ്റു പറഞ്ഞവർ എത്ര പേരുണ്ട്? വായ്കൊണ്ട് വിശ്വാസം ഏറ്റു പറഞ്ഞു. വേദപുസ്തകത്തിൽ പറയുന്ന പൗലോസ്ലിയെ എപ്പോഴും ഓർപ്പിച്ചു, വായ്കൊണ്ട് വിശ്വാസം ഏറ്റു പറയുന്നവൻ രക്ഷിക്കപ്പെടും. വായ്കൊണ്ട് വിശ്വാസം ഏറ്റു പറഞ്ഞവർ എത്ര പേരുണ്ട്? എല്ലാവർക്കും ഒരു സംശയം, ഇല്ലയോ? പറഞ്ഞോ ഇല്ലയോ എന്ന്. ഓർത്തഡോക്സ് സഭയിലെ പോലെ വായ്കൊണ്ട് വിശ്വാസം ഏറ്റു പറയുന്ന സഭ വേറെ ഒരു സഭയുമില്ല. ഒരു ദിവസം ഏറ്റവും കുറഞ്ഞത് 2 പ്രാവശ്യമെങ്കിലും വിശ്വാസം നമ്മുടെ വായ്കൊണ്ട് ഏറ്റു പറയും. 7 നേരം സാധാരണ പള്ളികളിൽ, നമ്മുടെ പരുമലപ്പള്ളിയിൽ 7 നേരത്തെ യാമനമസ്കാരത്തിൽ എന്തുണ്ട്? വിശ്വാസം വായ്കൊണ്ട് ഏറ്റു പറയുന്ന സമയമുണ്ട്. ഏതാ വിശ്വാസ പ്രമാണം? എന്താ വിശ്വാസ പ്രമാണം എന്ന് പറയുന്നത്? ആദ്യത്തെ സ്റ്റാൻസ എന്താ? സർവശക്തിയുള്ള പിതാവായി ആകാശത്തിൻ്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തതുമായ സകലത്തിൻ്റെയും സൃഷ്ടാവായ സത്യേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ആരിലുള്ള വിശ്വാസമാ? പിതാവാം ദൈവത്തിലുള്ള വിശ്വാസം. രണ്ടാമത്തെ സ്റ്റാൻസയോ? ദൈവത്തിൻ്റെ ഏകപുത്രനും സർവ്വലോകന്റെ പിതാവിൽ നിന്ന് ജനിച്ചവനും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോടൊന്നായിരിക്കുന്നവനും സകലവും താൻ മുഖാന്തരമായി നിർമ്മിച്ചവനും മനുഷ്യരായ ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി തിരുമനസ്സായ പ്രകാരം സ്വർഗത്തിൽ നിന്നിറങ്ങി വിശുദ്ധ റൂഹായാൽ ദൈവമാതാവായ വിശുദ്ധ കന്യകമറിയാമിൽ നിന്ന് മനുഷ്യനായി പൊന്തിയോസ് പിലാത്തോസ് ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശു തറയ്ക്കപ്പെട്ട് കഷ്ടത അനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി തൻ്റെ പിതാവിൻ്റെ വലത്തുഭാഗത്തിരുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ തൻ്റെ വലിയ മഹത്വത്തോടെയും വരുവാനിരിക്കുന്നവനും ആരെക്കുറിച്ചാ? പുത്രൻ തമ്പുരാനുള്ള വിശ്വാസമാണ്, യേശു മശീഹായിലുള്ള വിശ്വാസമാണ്. ആ വെറുതെ ഇരിക്കുമ്പോഴേ ആ വിശ്വാസ പ്രമാണത്തിൻ്റെ 2-ാം സ്റ്റാൻസ എടുത്തു വെച്ചൊന്ന് വായിക്കണം. പുത്രൻ തമ്പുരാനുള്ള എല്ലാ വിശ്വാസവും, സഭയുടെ എല്ലാ വിശ്വാസവും ഉള്ളടങ്ങിയിട്ടുള്ള സ്റ്റാൻസായ 2-ാമത്തെ സ്റ്റാൻസ. 3-ാമത്തെ സ്റ്റാൻസയോ? സകലത്തെയും ജീവിപ്പിക്കുന്ന സ്തുതിക്കപ്പെടുന്നവനും ആരിലുള്ള വിശ്വാസമാണ്? പരിശുദ്ധാത്മാവിലും സഭയിലുമുള്ള വിശ്വാസമാണ് 3-ാമത്തെ സ്റ്റാൻസ. അപ്പോൾ ആദ്യത്തെ സ്റ്റാൻസ പിതാവാം ദൈവത്തിൽ, 2-ാമത്തെ സ്റ്റാൻസ പുത്രൻ തമ്പുരാനുള്ള വിശ്വാസം, 3-ാമത്തെ സ്റ്റാൻസ പരിശുദ്ധാത്മാവിലും സഭയിലുമുള്ള വിശ്വാസം. ഇനി 4-ാമത്തെ സ്റ്റാൻസയോ?
പാപമോചനത്തിന് മാമോദീസ ഒരിക്കൽ മാത്രമേ ഉള്ളൂ എന്ന് നിങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോയവരുടെ ഉയർപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കിപ്പാർക്കുന്നു. എന്തിലുള്ള വിശ്വാസമാ? മാമോദീസയിലുള്ള വിശ്വാസം. പിന്നെന്തോ? മരിച്ചവരുടെ ഉയർപ്പിൽ, നമ്മുടെ മരണശേഷമുള്ള ഉയർപ്പിലുള്ള വിശ്വാസം. പിന്നെ വരുവാനിരിക്കുന്ന ലോകത്തിലുള്ള വിശ്വാസം, കർത്താവിൻ്റെ രണ്ടാമത്തെ വരവും രണ്ടാമത്തെ ലോകത്തിലുമുള്ള വിശ്വാസം. ആ വിശ്വാസമാണ് 4ാമത്തെ സ്റ്റാൻസയിൽ നമ്മൾ ഏറ്റുപറയുന്നത്. പക്ഷേ ഈ വിശ്വാസ പ്രമാണം അങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ 2 മിനിറ്റ് കൊണ്ട് ഒറ്റ ശാസ്ത്രത്തിൽ അങ്ങ് പോവുകയാണ്. ഈ ചൊല്ലുന്നത് എന്താണെന്ന് നമ്മുടെ മനസ്സിൽ നിൽക്കുന്നില്ല, മനസ്സിൽ കൂടി കടന്നു പോകുന്നില്ല. അതുകൊണ്ട് വിശ്വാസ പ്രമാണം നിങ്ങൾ ചൊല്ലുമ്പോൾ ഓർക്കണം. അതുകൊണ്ടാണ് ഈ വിശ്വാസ പ്രമാണം ചൊല്ലുന്നതിന് മുമ്പ്, കുർബാനയ്ക്ക് മുമ്പ് എന്താ അനൗൺസ് ചെയ്യുന്നത്? ശുശ്രൂഷൻ എന്താ അനൗൺസ് ചെയ്യുന്നത്? ദിവ്യജ്ഞാനം ശ്രദ്ധിച്ചുകൊണ്ട് നാം എല്ലാവരും നല്ലവണ്ണം നിന്ന് ബഹുമാനപ്പെട്ട ഈ ആചാര്യൻ ചൊല്ലിത്തരുന്ന പ്രാർത്ഥന ഏറ്റുചൊല്ലണമെന്നാണ് പറയുന്നത്. ശ്രദ്ധയോട്, ദിവ്യജ്ഞാനം ശ്രദ്ധിച്ചുകൊണ്ട് വേണം ഇത് ചൊല്ലാൻ. അല്ലാതെ വെറുതെ ഒറ്റ ശ്വാസത്തിന് അടിച്ചുവിട്ട് ചൊല്ലേണ്ടതല്ല ഈ വിശ്വാസ പ്രമാണം എന്ന് പറയുന്നത്. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ മനസ്സിൽ തട്ടിക്കൊണ്ട് ചൊല്ലേണ്ടതാണ്. കാരണം നമ്മുടെ കർത്താവിലുള്ള വിശ്വാസമാണ്, നമ്മുടെ സഭയിലുള്ള വിശ്വാസമാണ്, നമ്മുടെ രണ്ടാമത്തെ വരവ് വരെയുള്ള അവൻ്റെ സഭാ ജീവിതത്തിലുള്ള വിശ്വാസമാണ്. അപ്പോൾ ഇത് ചൊല്ലുമ്പോൾ നമ്മൾ മനസ്സിരുത്തി ചൊല്ലണം. ഇതൊരു പ്രാർത്ഥനയാണ്. ദൈവസന്നിധിയിൽ നമ്മുടെ വിശ്വാസം ഏറ്റുപറയുന്ന വലിയൊരു കർമ്മമാണ്. അതുകൊണ്ട് ആദിമസഭയിൽ പ്രൊക്ലമേഷൻ ഓഫ് ദ ക്രീഡ്, വിശ്വാസ പ്രഖ്യാപനം എന്ന് പറയുന്നത് വളരെയധികം പ്രാധാന്യമുള്ളതായിരുന്നു. നമ്മുടെ സഭയിൽ ഈ അടുത്ത കാലത്ത് വരെ വിശുദ്ധ കുർബാനയ്ക്ക് വിശ്വാസ പ്രമാണം ആരായിരുന്നു ചൊല്ലിയിരുന്നത്? എല്ലാവരും ചൊല്ലിയിരുന്നോ? ഇല്ല, ശുശ്രൂഷകൻ മാത്രമായിരുന്നു. ശുശ്രൂഷകൻ ഒറ്റയ്ക്ക് ഉറച്ചായിരുന്നു ചൊല്ലുന്നത്. ഇപ്പോഴും അന്ത്യോക്യൻ സഭയിലും മറ്റു ചില സഭകളിലുമൊക്കെ ശുശ്രൂഷകൻ മാത്രമായിട്ടാണ് ഈ വിശ്വാസ പ്രമാണം ചൊല്ലുന്നത്. കാരണം വളരെ ലെജിബിളായിട്ട്, വളരെ സ്പഷ്ടമായിട്ട് ചൊല്ലുവാൻ അറിയാവുന്നവരെ ഈ വിശ്വാസ പ്രമാണം ചൊല്ലിക്കാറുള്ളൂ. അതെല്ലാവരും കേൾക്കത്തക്കവണ്ണമാണ് ചൊല്ലുന്നത്. അപ്പം നമ്മൾ സ്പീഡിൽ ചൊല്ലുമ്പോൾ അത് നമ്മുടെ മനസ്സിൽ തട്ടി വേണം, സ്പീഡിൽ വിട്ടുപോകാനുള്ളതല്ല. വിശ്വാസ പ്രമാണം ചൊല്ലുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്നുള്ള വിശ്വാസത്തിൻ്റെ പ്രതിഫലനമായിട്ടത് മാറണം. അവിടെയാണ് വിശ്വാസത്തിൻ്റെ ആഴത്തിലേക്ക് നമുക്ക് പോകുവാനായിട്ടുള്ളത്. അപ്പം മാമോദീസായിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ കൃപകളെ അനുഭവിച്ചറിയുന്നത് സഭയിലൂടെയാണ്. അപ്പം മാമോദീസായിലൂടെ നമ്മുടെ ഉള്ളിൽ ആരുണ്ട്? പരിശുദ്ധാത്മാവുണ്ട്. പക്ഷേ പരിശുദ്ധാത്മാവാകുന്ന അഗ്നി അത് ഓരോ നാളിലും, ഓരോ ദിവസമുള്ള നമ്മുടെ പ്രാർത്ഥനാ ജീവിതം, ഓരോ ആഴ്ചയിലുള്ള നമ്മുടെ വിശുദ്ധ കുർബാന അനുഭവം, അതിലൂടെയാണ് ഈ അഗ്നി ആളിക്കത്തുന്നത്. കുറച്ചു കാലം നമ്മൾ സഭാജീവിതത്തിൽ അകന്നു നിന്ന് കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവാകുന്ന അഗ്നിയിൽ എന്തു വരും? ചാരം വന്ന് ഇങ്ങനെ നിൽക്കും. നമ്മുടെ സഭാജീവിതത്തിലൂടെ, നോമ്പിലൂടെയും നമസ്കാരത്തിലൂടെയും കൂദാശകളിലൂടെയുമാണ് നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശോഭ നമുക്ക് വരുന്നത്. നമ്മൾ ധൂപക്കുറ്റിയിൽ, ധൂപകലശത്തിൽ തീ ഇട്ട് കഴിഞ്ഞ് കുറച്ചു കഴിയുമ്പോൾ എന്ത് പറ്റും? ചാരം വന്ന് മൂടി ഈ കറുത്ത കരിയായിട്ട് തോന്നും. അപ്പോഴും നമ്മൾ എന്ത് ചെയ്യും? പോയി എന്ത് ചെയ്യും? ഊതുമ്പോഴാണ് ഈ ചാരം മാറിയിട്ട് പിന്നെയും അഗ്നി തെളിഞ്ഞു വരുന്നത്. അപ്പോൾ ഊതുന്ന കർമ്മമാണ് ഈ കൂദാശ എന്ന് പറയുന്നത്. ഊതുന്ന കർമ്മമാണ് നമ്മുടെ പ്രാർത്ഥനാ ജീവിതം എന്ന് പറയുന്നത്. ഊതുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ നോമ്പുപവാസങ്ങളും അനുഷ്ഠാനങ്ങളും. നമ്മൾ ആ ജീവിതത്തിലൂടെ നമ്മൾ കടന്നു വരുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ ശോഭ നമുക്ക് മറ്റുള്ളവർക്ക് അറിയുവാൻ സാധിക്കും. പരിശുദ്ധാത്മാവിൽ നമുക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കും. പരിശുദ്ധാത്മാവാകുന്ന അഗ്നി നമ്മുടെ ഉള്ളിൽ ആളിക്കത്തി പരിശുദ്ധാത്മാവിൻ്റെ സത്ഫലങ്ങൾ നമുക്ക് നൽകും. പരിശുദ്ധാത്മാവ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിൻ്റെ അടയാളം എന്താ? പരിശുദ്ധാത്മാവ് ഒരുവനിൽ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയണം, എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവ് ഉള്ളതിൻ്റെ അടയാളം എന്താ? ആത്മാവിൻ്റെ ഫലങ്ങൾ നോക്കിയാൽ മതി. ആത്മാവിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാ? സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രജയം. പരിശുദ്ധാത്മാവ് ഉണ്ടോ നോക്കണമെങ്കിൽ ആദ്യം എന്തോ നോക്കണം? സ്നേഹം ഉണ്ടോ നോക്കിയാൽ മതി. അവന് സ്നേഹിക്കാൻ സാധിക്കുന്നുണ്ടോ? അവിടെ എന്തുണ്ട്? പരിശുദ്ധാത്മാവുണ്ട്. പിന്നെന്തോ നോക്കണം? സന്തോഷം. എന്തോ രണ്ടാമത്തെ എന്താ? സ്നേഹം, സന്തോഷമുണ്ടോ നോക്കിയാൽ മതി. പിന്നെന്തോ ഉണ്ടോ നോക്കിയാൽ മതി? സമാധാനം. പിന്നെ എന്താ? ദീർഘക്ഷമ. ക്ഷമിക്കുവാനായിട്ട് സാധിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ കൃപയുണ്ടെങ്കിലേ പറ്റുള്ളൂ. ദീർഘക്ഷമയും ദയയും പരോപകാരവും ഒക്കെ വരുന്നത് പരിശുദ്ധാത്മാവിൻ്റെ കൃപയിലൂടെയാണ്. അപ്പം നമ്മുടെ ജീവിതത്തിൽ വ്യക്തിനിഷ്ഠമായ സ്വഭാവ വൈശിഷ്ട്യത്തിലേക്ക്, സ്വഭാവ ശുദ്ധിയിലേക്ക് വളരണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ കൃപയിലാണ് നമ്മൾ വളരുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ കൃപയെ, ആ അഗ്നിയെ ആളിക്കത്തിക്കുവാനായിട്ട് നമ്മൾ ഊതുന്ന പ്രക്രിയയാണ് ഈ കൂദാശകളും പ്രാർത്ഥനകളും നോമ്പുപവാസങ്ങളും ഒക്കെ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ മാമോദീസായുണ്ട്. അടുത്തത് എന്താ? സഭയിൽ എന്താ ഉള്ളത്? സഹദേർത്ത്. മാമോദീസായും അതിൽ സഹദേർത്തൻ അസ്ഥികളും. ഇനിയും സഭയിലുള്ളതാണ് ദ റെലിക്സ് ഓഫ് ദ ഹോളി സെയിൻസ്, വിശുദ്ധന്മാരുടെ അസ്ഥികൾ.
പരിശുദ്ധ പരമത തിരുമേനിയുടെ അസ്ഥികൾ അടക്കം ചെയ്തിരിക്കുന്ന സ്ഥലമാണ്. ഈ അസ്ഥികൾ എന്ന് പറയുന്ന പദം അസ്ഥി എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല, ദ പ്രസൻസ് ഓഫ് ഹോളി സെയിൻസ്, നമ്മിൽ നിന്നും വാങ്ങിപ്പോയിരിക്കുന്ന എല്ലാ പൂർവ്വപിതാക്കന്മാരുടെയും അദൃശ്യമായ സാന്നിധ്യം സഭയിലുണ്ട്. എങ്കിൽ മാത്രമേ സഭയാകത്തുള്ളൂ. നമുക്കറിയാം, ഒരു വൃക്ഷമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു മരമെന്ന് പറയുന്നത്, ഈ താഴെ നിന്ന് വെട്ടിയിട്ട് കഴിഞ്ഞാൽ പിന്നെന്താ അതിനെ വിളിക്കുന്നത്? മരം താഴെ വെട്ടിയിട്ട് കഴിഞ്ഞാൽ പിന്നെന്ത് വിളിക്കും? തടി. പിന്നെ മരമല്ല, വൃക്ഷമല്ല, പിന്നെ നമ്മൾ വിളിക്കുന്നത് തടി എന്നാണ്. അപ്പോൾ ഒരു മരത്തിൻ്റെ, ഒരു വൃക്ഷത്തിൻ്റെ ഒരു ഭാഗം എവിടെയാ? നമുക്ക് ചില്ലകൾ കാണാം, ഇലകൾ കാണാം, ശാഖകളൊക്കെ കാണാം. പക്ഷെ ഒരു ഭാഗം എവിടെ കിടക്കുന്നു? മണ്ണിനടിയിൽ. മണ്ണിനടി കിടക്കുന്ന ഈ വേരുകളുടെ ഡ്യൂട്ടി എന്താ? ഇതിന് ഭക്ഷണം ഊർജവും വലിച്ചെടുക്കുന്നത് എവിടുന്നാ? ഈ മണ്ണിൽ നിന്ന് ആരാ തരുന്നത്? ഈ വേരുകളാണ്. അതുകൊണ്ട് നാം ഇന്ന് നിൽക്കുന്നതിന് കാരണം, നമ്മൾ ഇന്ന് ജീവിക്കുന്നതിന് കാരണം അദൃശ്യമായ ചില വേരുകൾ സഭയ്ക്കുണ്ട്. ആ വേരുകൾ എന്ന് പറയുന്നത് വിശുദ്ധന്മാരുടെ അദൃശ്യമായ സാന്നിധ്യമാണ്. അവരുടെ നിരന്തരമായ പ്രാർത്ഥനയും മധ്യസ്ഥതയും മൂലമാണ് നമുക്ക് ഇങ്ങനെയൊക്കെ ജീവിച്ചു പോകാൻ സാധിക്കുന്നത്. നമ്മുടെ വലിയ പ്രാർത്ഥനാ ജീവിതമൊന്നുമല്ല, നമ്മുടെ പൂർവ്വപിതാക്കന്മാരായ വിശുദ്ധന്മാരുടെ അദൃശ്യമായ സാന്നിധ്യമാണ് നമുക്ക് നൽകുന്ന ഊർജ്ജം എന്ന് പറയുന്നത്. അപ്പോൾ ഒരുവൻ ഈ ഓർത്തഡോക്സിയിൽ കാതലായിട്ട് പറയുന്ന ഒരു കാര്യമാണ്, ഒരുവൻ ദൈവസന്നിധിയിൽ മുട്ടുകുത്തുമ്പോൾ, പ്രാർത്ഥിക്കാനായിട്ട് നിൽക്കുമ്പോൾ അവനോടൊപ്പം സകല വിശുദ്ധന്മാരും മാലാഖമാരും പങ്കുകൊള്ളുകയാണ്. അവിടെയാണ് പ്രാർത്ഥന ഫലവത്താകുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ എല്ലാ വിശുദ്ധ കുർബാനയിലും എല്ലാ കൂദാശകളിലും പൂർത്തീകരിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചൊല്ലും? ബസ്മൽക്കോയും സദീക്കോയും കൊഹനയൊക്കെ ചൊല്ലിയിട്ട് എന്താ? മാതാവിനെയും വിശുദ്ധന്മാരെയും വാങ്ങിപ്പോയവരെയൊക്കെ ഓർത്തുകൊണ്ടാണ് എല്ലാ വിശുദ്ധ കുർബാനയും നമ്മൾ പൂർത്തീകരിക്കുന്നത്. എല്ലാ കൂദാശകളും നമ്മൾ പൂർത്തീകരിക്കുന്നത് അവരെ സ്മരിച്ച് തൊട്ടു വണങ്ങിക്കൊണ്ടാണ്. കാരണം അവരുടെ അദൃശ്യമായ സാന്നിധ്യം നമ്മുടെ ഇടയിലുണ്ട്. അദൃശ്യമായ സാന്നിധ്യം, ആത്മസാന്നിധ്യമാണ് നമ്മെ നടത്തുന്നത്. അപ്പോൾ ദ പ്രസൻസ് ഓഫ് ഹോളി സെയിൻസ്, അദൃശ്യമായ വിശുദ്ധ പിതാക്കന്മാരുടെ, വിശുദ്ധ മാതാക്കളുടെ സാന്നിധ്യം സഭയിലുണ്ട്. അതാണ് സഹദേർ തൻ അസ്ഥികളും എന്നുള്ള പദം കൊണ്ട്. അപ്പോൾ പാട്ടുകാരൻ അസ്ഥികളെന്ന് ഉപയോഗിച്ചിരിക്കുന്നത് അവരുടെ സാന്നിധ്യമാണ്. അസ്ഥി മാത്രമല്ല, അസ്ഥികൾക്ക് ശക്തിയുണ്ട്. വിശുദ്ധന്മാരുടെ അസ്ഥികൾക്ക് ശക്തിയുണ്ട്. എലീശായുടെ അസ്ഥിയിലേക്ക് ഒരു മരിച്ച മൃതനായിട്ടുള്ള മനുഷ്യൻ വീഴുമ്പോൾ എന്ത് ചെയ്യുന്നു? പെട്ടെന്ന് ജീവിക്കുക. ഏലിയാവിൻ്റെ ശരീരത്തിൽ നിന്ന് വീണ ഒരു പുതപ്പ് കൊണ്ട് എലീശ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുക. പൗലോസ്ലീഹായുടെ കയ്യിൽ നിന്ന് വീണ ഒരു തുവാല, ഒരു റൂമാല് ഒരാളുടെ ദേഹത്ത് വീണപ്പോൾ ആൾക്ക് സൗഖ്യമുണ്ടാകുക. അതുകൊണ്ട് വിശുദ്ധിയിൽ ജീവിക്കുന്നവർ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾക്ക് പോലും ശക്തിയുണ്ട്. ആ വസ്ത്രത്തിന് പോലും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കും. ആ അസ്ഥികൾക്ക് ശക്തിയുണ്ട്. ആ അസ്ഥിയിൽ നിന്ന് ദൈവത്തിൻ്റെ കൃപകൾ പ്രവഹിക്കുവാനായിട്ട് ഇടയാകും. അതുകൊണ്ട് സഹദേർ തൻ അസ്ഥികളും അവരുടെ അദൃശ്യമായ സാന്നിധ്യമുള്ള സഭയാണ് ഈ സഭ. പിന്നെന്താ ഉള്ളത്? സഹദേർ തൻ അസ്ഥികളും പൂജാപീഠവുമുണ്ട്. നമ്മൾ ഏറ്റവും അധികം ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ് എന്ത്? പൂജാപീഠം അല്ലെങ്കിൽ ബലിപീഠം. ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ ബലിപീഠം എന്ന് പറയുന്നത്, ദ ഓൾട്ടർ ഈസ് ദ ഇമ്പോർട്ടൻറ്റ് ഒബ്ജക്റ്റ് ഇൻ ദ ലൈഫ് ഓഫ് ക്രിസ്ത്യൻ. ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ എപ്പോഴും ബലിപീഠം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാന സ്ഥാനമാണ്. നമ്മുടെ ജീവിതം ആരംഭിച്ചത് എപ്പോഴാണ്? നമ്മുടെ ആത്മീയ ജീവിതം ആരംഭിച്ചപ്പോഴാണ്? മാമോദീസയുടെ സമയത്ത്. മാമോദീസ കഴിഞ്ഞ് എന്ത് ചെയ്തു? ഒരു ശുശ്രൂഷൻ കുഞ്ഞായിരുന്നപ്പോൾ നമ്മെ എടുത്തുകൊണ്ട് അകത്തോട്ട് പോയില്ലയോ? അകത്തോട്ട് പോയിട്ട് എന്ത് ചെയ്തു? ബലിപീഠത്തിൻ്റെ 4 കോണുകളും ഒത്തിച്ചാണ് ആരുടെയിലോട്ട് കൊടുത്തത്? തലത്തൊടുന്ന ആളുടെയിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ ആത്മീയ ജീവിതത്തിൻ്റെ ആരംഭം എന്ന് പറയുന്നത് ബലിപീഠത്തിൽ മുത്തിക്കൊണ്ടാണ്. നമ്മളതുകൊണ്ടാണ് നമ്മുടെ ബലിപീഠം കോണുകൾ മുത്തുമ്പോഴെന്താ പറയുന്നത്? എൻ്റെ ബലിപീഠത്തിൻ്റെ കോണുകൾ വരെ ചങ്ങലകളാൽ ഞങ്ങളുടെ പെരുന്നാളുകളെ ബന്ധിക്കണമേ. അപ്പം നമ്മുടെ മനസ്സ്, പ്രത്യേകിച്ച് ശുശ്രൂഷ ഗണത്തിലായിരിക്കുന്ന നമ്മുടെ മനസ്സ് ബലിപീഠവുമായിട്ട് വളരെ ബന്ധമുണ്ടാകണം. അപ്പം നമ്മുടെ ബലിപീഠം എന്ന് പറയുന്നത് നമ്മുടെ ബുദ്ധി കൊണ്ടും ലോജിക് കൊണ്ടൊന്നും മനസ്സിലാകുന്നതല്ല. ദൈവസാന്നിധ്യം ഇറങ്ങി വരുന്നതായ സ്ഥാനമാണ്. അത് നമുക്ക് കാണാൻ പറ്റുന്നില്ല. അർപ്പിക്കുന്ന പുരോഹിതന് പലപ്പോഴും അറിയാൻ പറ്റുകയില്ല ദൈവസാന്നിധ്യം എപ്പോഴാണ് എങ്ങനെ ഇറങ്ങി വരുന്നതെന്ന്. പക്ഷെ ദൈവസാന്നിധ്യം ഇറങ്ങി വരുന്നതെന്ന് മനസ്സിലാകുന്ന അനുഭവത്തിലൂടെ മാത്രമാണ്. ഈ ബലിപീഠത്തിൻ്റെ കോണുകളെന്ന് പറയുന്നത് ശുശ്രൂഷകൻ്റെ മനസ്സുമായിട്ട് വളരെ ബന്ധമുണ്ടാകണം. നമ്മുടെ മനസ്സെപ്പോഴും ഈ ബലിപീഠവുമായിട്ട് ബന്ധിച്ചു വേണം. നമ്മൾ ആത്മീയ ജീവിതം ആരംഭിച്ചത് ആ ബലിപീഠത്തിൽ നിന്നാണ്. ഓരോ ആഴ്ചയും നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് വരുമ്പോൾ ആ ബലിപീഠത്തിൻ്റെ സന്നിധിയിൽ നിന്നുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. ഇനിയും ആയിക്കോട്ടെ, ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ, കുറച്ചുകൂടി പ്രായമായിട്ട് ഇഷ്ടപ്പെട്ട ഒരാളെ കണ്ടെത്തി ആ ആളുടെ ജീവിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ എങ്ങനെയാണ്? ഒരു പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ട ആളുടെ ജീവിക്കണം, എന്ത് ചെയ്യും? ആ ആളുടെ അങ്ങ് പോവുകയാണോ? അവളെയും വിളിച്ചുകൊണ്ട് എങ്ങോട്ടാണ് വരുന്നേ? ബലിപീഠത്തിൻ്റെ സന്നിധിയിലാണ്.
അപ്പോൾ ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ വിവാഹ കൂദാശയിൽ ഒരു കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ എന്ത് വേണം? ബലിപീഠമില്ലാതെ പറ്റുകയില്ല, ബലിപീഠത്തിൻ്റെ സന്നിധി ഇല്ലാതെ പറ്റുകയില്ല. അപ്പോൾ ബലിപീഠത്തിൻ്റെ സന്നിധിയിലേക്കാണ് ഒരു ഇഷ്ടപ്പെട്ട ആളെ കൂട്ടിക്കൊണ്ടുവരുന്നത്. എന്നിട്ട് അവിടെ നിന്നാണ് പ്രതിജ്ഞ എടുക്കുന്നത്. അതിൻ്റെ മുമ്പിൽ നിന്നാണ് കൈ കൊടുക്കുന്നത്. ഓരോ ആഴ്ചയും നമ്മൾ ബലിപീഠത്തിൽ വരുന്നുണ്ട്. ഇനിയും എപ്പോഴാ? നമ്മൾ അറിയാതെ ഒരു സമയത്ത് കൊണ്ടുവരുമല്ലോ. ആര്? മരണസമയത്ത് ബാക്കിയുള്ളവരെല്ലാവരും കൂടി എവിടോട്ട് കൊണ്ടുവരും? നേരെ കൊണ്ടങ്ങ് അടക്കുകയാണോ കല്ലറയിലോട്ട്? ആദ്യം എവിടെ കൊണ്ടുവരും? നമ്മുടെ ആത്മീയ ജീവിതം ആരംഭിച്ച ബലിപീഠത്തിൻ്റെ സന്നിധി കൊണ്ടുവന്ന് വെച്ചിട്ടാണ് പ്രാർത്ഥനകൾ നടത്തുന്നത്. അവിടെ നിന്നാണ് നമ്മുടെ ശരീരത്തിൽ തൈലമൊഴിക്കുന്നതും ശരീരത്തിൽ അന്ത്യകർമ്മങ്ങൾ നടത്തുന്നത്. അപ്പം ബലിപീഠം എന്ന് പറയുന്നത് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൻ്റെ കേന്ദ്രബിന്ദുവാണ്. ദൈവസാന്നിധ്യം ഇറങ്ങി വന്ന് വസിക്കുന്നതായ ബലിപീഠം നമ്മുടെ മനസ്സുകളിൽ ആ കോണുകളിലേക്കുള്ള ബന്ധം എപ്പോഴും ഉണ്ടാകണം. ആ ബന്ധത്തിൻ്റെ പുതുക്കം ഉണ്ടാകണം. അതുകൊണ്ട് അലക്ഷ്യമായിട്ട് ഒരിക്കലും ബലിപീഠ സന്നിധിയിൽ നിൽക്കുവാനായിട്ട് പാടുള്ളതല്ല. നമ്മൾ രാജസന്നിധിയിൽ നിൽക്കുമ്പോൾ, രാജാക്കന്മാരുടെ സന്നിധിയിൽ നിൽക്കുമ്പോൾ, ഈ പഴയ കാലത്ത് പറയും ഓച്ചാനിച്ച് നിൽക്കുക എന്ന്. കേട്ടിട്ടുണ്ടോ? ഓച്ചാനിച്ച് നിൽക്കുക എന്ന് പറയുന്ന പദം എങ്ങനെയാ? അതായത് ഈ അടിയാര ഉടമയുള്ള കാലത്ത് ഈ രാജസന്നിധിയിലൊക്കെ നിൽക്കുമ്പോൾ, ആ രാജസന്നിധിയിൽ എന്തെങ്കിലും പറയണമെങ്കിൽ എങ്ങനെയാണ് പറയുന്നത് അറിയോ? അയ്യോ രാജാവേ, അയ്യോ അടിയനെന്ന് പറഞ്ഞോട്ടെ. അപ്പോൾ ദൈവസന്നിധിയിൽ, ദൈവത്തിൻ്റെ ബലിപീഠം, ദൈവസാന്നിധ്യമുള്ള സ്ഥലത്ത് അലക്ഷ്യമായ സംസാരം പാടില്ല. ആ സംസാര സമയത്ത് എന്തെങ്കിലും അത്യാവശ്യം പറയണമെന്നുണ്ടെങ്കിൽ വളരെ ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള സ്ഥലമായതുകൊണ്ട് ആ സ്ഥാനത്ത് നമുക്ക് ഒന്നും പറയാനായിട്ട് പറ്റുകയില്ല. മറ്റു ലോകകാര്യങ്ങൾ പറയാനായിട്ടുള്ള സ്ഥലമല്ല മദ്ബഹ എന്ന് പറയുന്നത്. മദ്ബഹായി പലപ്പോഴും തുബ്ദേൻ്റെ സമയത്തും അവിടെ ഇരിക്കുന്ന സമയത്തുമൊക്കെ മറ്റു ലോകകാര്യങ്ങളും മറ്റു കാര്യങ്ങളും പറയാനായിട്ടുള്ള ഇടമായിട്ട് മാറ്റിയിട്ടുണ്ട്. ഒരിക്കലും പാടില്ല. ദേവാലയം തന്നെ പാടില്ല. ദേവാലയത്തിൽ നിന്ന് സംസാരിക്കാൻ പാടില്ലെന്നാണ്. ദേവാലയത്തിൽ നിന്ന് സംസാരിക്കണമെങ്കിൽ, അത്യാവശ്യ കാര്യങ്ങൾ പറയണമെങ്കിൽ എന്താ? വളരെ മിതത്വമായിട്ട്, അയ്യോ ഇത് എന്തെങ്കിലും എടുക്കേണ്ട കാര്യമോ അവിടെ ചെയ്യേണ്ട കാര്യങ്ങളാണ് മാത്രമേ അവിടെ പറയാവൂ. കാരണം ദൈവസാന്നിധ്യം ഇറങ്ങി വന്ന് വസിക്കുന്നതായ സ്ഥാനത്ത് അലക്ഷ്യമായ സംസാരങ്ങൾ, അലക്ഷ്യമായ ഇടപെടലുകൾ പാടില്ല. അവിടെ ദൈവസ്ഥാനമാണ്. അപ്പോൾ ദൈവം ഇറങ്ങി വസിക്കുന്നതായ പൂജാപീഠമാണ് ഈ സഭയുടെ അടിസ്ഥാനം. അപ്പോൾ സഭയെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തേണ്ടത് ബലിപീഠവും ബലിപീഠത്തിലിരിക്കുന്ന വിശുദ്ധ കുർബാനയുമാണ്. ആ കുർബാനയുമായിരിക്കണം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഓടിയെത്തേണ്ടത്. അതുകൊണ്ടാണ് ബലിപീഠവുമുണ്ട്. അവിടെ എന്തുണ്ട്? ഏന്തി ജീവോഷധിയെ. എന്താ ജീവോഷധി? എന്താ എഴുതിയിരിക്കുന്നത്? ജീവൻ്റെ ഔഷധമുണ്ട് അവിടെ. എന്താ? ദ മെഡിസിൻ ഓഫ് ഇമോർട്ടാലിറ്റി. അമർത്യതയുടെ ദിവ്യ ഔഷധമുണ്ട് സഭയിൽ. വിശുദ്ധ കുർബാനയെക്കുറിച്ച് പിതാക്കന്മാർ ഏറ്റവും ശക്തമായിട്ട് പഠിപ്പിക്കുന്ന ഒരു പദമാണ് ദ മെഡിസിൻ ഓഫ് ഇമോർട്ടാലിറ്റി. അമർത്യതയുടെ ദിവ്യ ഔഷധമാണ് വിശുദ്ധ കുർബാനയെന്ന് എപ്പോഴും പറയുന്നത്. നമുക്ക് ഈ നമ്മുടെ പഴയ പാരമ്പര്യത്തിൽ വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് ദ ഫസ്റ്റ് മെഡിസിൻ ഓഫ് ദ ബിലീവർ. ക്രിസ്ത്യാനിയുടെ ആദ്യത്തെ മെഡിസിൻ ഏതാണെന്നറിയാമോ? ദ ഫസ്റ്റ് മെഡിസിൻ ഓഫ് ദ ബിലീവർ ഈസ് ദ ഹോളി കുർബാന. ഇന്ന് നമുക്ക് എത്രാമത്തെ മെഡിസിനാ? ലാസ്റ്റ് മെഡിസിനാണ്. എങ്ങനെയാ? ലോകത്തിലുള്ള എല്ലാ മെഡിസിനും കൊടുത്തിട്ട് ഒരു ഫലവും ചെയ്യുന്നില്ലെങ്കിൽ പറയും അച്ഛാ വന്ന് കുർബാന കൊടുത്തേര്. എന്നിട്ട് പറയും വേണ്ടുന്നതൊക്കെ കൊടുത്തു വച്ചിരിക്കുക എന്ന് പറയും. അപ്പം ഇന്ന് കുർബാന എന്ന് പറയുന്നത്, വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് നമ്മുടെ ഇടയിൽ പലപ്പോഴും ലാസ്റ്റ് മെഡിസിനാണ്. പണ്ടത്തെ കാലത്ത് ഒരു ചെറിയ രോഗം വന്നു കഴിഞ്ഞാൽ ആദ്യം എങ്ങോട്ടാണ് പോകുന്നതെന്നറിയാമോ? അന്ന് വൈദ്യന്മാരും മെഡിസിനൊന്നും ഇത്ര ഒന്നും ഇല്ലല്ലോ. ആദ്യം ആശ്രയിക്കുന്ന മെഡിസിൻ എന്ന് പറയുന്നത് വിശുദ്ധ കുർബാനയാണ്. വിശുദ്ധ കുർബാന അനുഭവിച്ചിട്ട് മാത്രമേ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോലും പോവുകയുള്ളൂ. കാരണം നമ്മുടെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് ശുശ്രൂഷ സംഘത്തിൽ സംഘാംഗങ്ങളായിരിക്കുന്ന നമുക്ക് വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് ഈ ഒരു ചിന്ത വേണം. ദ മെഡിസിനാണ്. ഇതൊരു നമ്മുടെ ശാരീരിക രോഗങ്ങൾക്ക്, നമ്മുടെ മാനസിക രോഗങ്ങൾക്ക്, നമ്മുടെ ഉള്ളിലെ വേദനകൾക്ക് ഒരു വലിയ ഹീലിംഗ് പവറാണ് ഈ വിശുദ്ധ കുർബാന നൽകുന്നത്. ആ ഒരുക്കത്തോടുകൂടി നമ്മൾ അത് അനുഷ്ഠിക്കുമ്പോൾ, ഒരുക്കത്തോടുകൂടി നമ്മൾ അതിലേക്ക് പങ്കുകാരാകുമ്പോൾ നമ്മുടെ രോഗങ്ങൾക്കത് പരിഹാരമേകും. നമ്മുടെ ശാരീരിക രോഗങ്ങൾക്കും നമ്മുടെ മാനസികമായ പ്രയാസങ്ങൾക്കും ഒക്കെ സൗഖ്യമേകുന്നതായ ഔഷധമാണ് വിശുദ്ധ കുർബാന. അതുകൊണ്ട് വിശുദ്ധ കുർബാനയ്ക്കായിട്ട് വരുമ്പോൾ നമ്മുടെ മനസ്സിൽ ആ ഒരു തോന്നൽ, ഒരു ചിന്ത വേണം. കർത്താവേ, ഇന്ന് എന്നെ സൗഖ്യമാക്കണമേ. എന്ത് സൗഖ്യമാണ് വേണ്ടേ? നമുക്ക് ഒത്തിരി വേദനകൾ കാണും, ഒത്തിരി പ്രയാസങ്ങൾ കാണും, ഒത്തിരി സങ്കടങ്ങൾ നമ്മുടെ മനസ്സിൽ കാണും. അതിനെ സൗഖ്യമാക്കണമെങ്കിൽ വിശുദ്ധ കുർബാനയിൽ ആത്മസമർപ്പണത്തോടുകൂടി നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ ആ വിളി നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകും, നമുക്ക് അനുഗ്രഹമാകും, നമുക്ക് സൗഖ്യമേകും. അത് ജീവൻ്റെ ഔഷധമാണ് വിശുദ്ധ കുർബാന എന്ന് പറയുന്നത്. അത് നമ്മുടെ ജീവിതത്തിന് പരിവർത്തനമേകുന്നതായ വലിയൊരു ഔഷധമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് നമ്മുടെ അനുഭവത്തിൽ കൂടെ മാത്രമാണ്. അത് നമ്മൾ ഇത് അപ്പമല്ലേ, ഇത് വീഞ്ഞല്ലേ എന്നൊക്കെ പലപ്പോഴും തോന്നാം.
നമ്മൾ ഉണ്ടാക്കിയത് തന്നെ അപ്പമല്ലേ? അല്ലെങ്കിൽ സാധാരണ ജനത്തിനുണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ സംശയങ്ങൾ ഉണ്ടാകുന്നത് നമുക്കാണ്. എന്താ? എൻ്റെ കൈ കൊണ്ടുണ്ടാക്കിയ അപ്പമാണ് അവിടെ ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ഒഴിച്ചു കൊടുത്ത വീഞ്ഞാണ് അവിടെ ഇരിക്കുന്നത്. ഇതെന്താണ് വിശുദ്ധ കുർബാന എന്ന് പറയുന്നത്? അപ്പം നമ്മുടെ ലോജിക്ക് വർക്ക് ചെയ്യുന്ന അവിടെയാണ്. എൻ്റെ കൈ കൊണ്ടുണ്ടാക്കിയ അപ്പമല്ലേ? അപ്പം ഇവിടെയാണ് നമുക്ക് ദൈവത്തിൻ്റെ കൃപ വേണ്ടത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് ചോദിക്കുവാൻ മാറാനായിട്ടുള്ള ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. കർത്താവേ, ഈ വിശുദ്ധ കുർബാനയിലുള്ള സംശയം ഒന്ന് മാറ്റിത്തരണേ, പ്രാർത്ഥിക്കുക മാത്രമേ ഉള്ളൂ. കാരണം ഇത് എങ്ങനെയാണ് മാറുന്നതെന്നോ ഇത് എപ്പോഴാണ് മാറുന്നതെന്നോ അർപ്പിക്കുന്ന പുരോഹിതന് പറയാൻ പറ്റുകയില്ല. ഇത് അദൃശ്യമായ ദൈവകൃപകൾ എങ്ങനെയാണ് ഇതിൽ വ്യാപരിക്കുന്നത്, എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നതെന്ന് നമ്മുടെ ലോജിക്ക് കൊണ്ട് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുകയില്ല. ബട്ട് ഇറ്റ് ക്യാൻ ബി റിയലൈസ്ഡ് ത്രൂ ദ എക്സ്പീരിയൻസ്. നമ്മുടെ അനുഭവത്തിലൂടെ, നമ്മുടെ ഉള്ളിലുള്ള ട്രാൻസ്ഫോർമേഷനിലൂടെ മാത്രമേ ഈ വിശുദ്ധ കുർബാനയിലൂടെ വരുന്ന മാറ്റത്തെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ വിശുദ്ധ കുർബാനയാകുന്ന ഇത് കർത്താവിൻ്റെ ശരീരവും രക്തവുമാണെന്ന് പറഞ്ഞാണ് നമുക്ക് തരുന്നത്. ശരീരവും രക്തവുമായിട്ട് തന്നു കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ പറ്റുമായിരുന്നോ? മനുഷ്യന് കഴിക്കാൻ പറ്റുന്ന പാകം ഏതാ? അപ്പവും വീഞ്ഞും മാത്രമേ പറ്റുള്ളൂ. ശരീരരക്തങ്ങളായിട്ട് തന്നു കഴിഞ്ഞാൽ മനുഷ്യന് കഴിക്കാൻ പറ്റില്ല, മനുഷ്യന് അനുഭവിക്കാൻ പറ്റുകയില്ല. അപ്പം മനുഷ്യൻ്റെ അനുഭവ തലത്തിലേക്ക്, മനുഷ്യൻ്റെ ശരീരത്തിൻ്റേത് അനുസരിച്ച് ദൈവം ഇറങ്ങി വന്നതിൻ്റെ അടയാളമാണ് കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങൾ എന്ന് പറയുന്നത്. അത് നമ്മുടെ ശരീരത്തിലേക്ക് കലർത്തപ്പെടുമ്പോൾ നമ്മുടെ ശരീരം കർത്താവിൻ്റെ ശരീരവുമായിട്ട് ഒന്നാകുകയാണ്. നമ്മുടെ രക്തം കർത്താവിൻ്റെ രക്തവുമായിട്ട് ഒന്നായിത്തീരുന്ന അനുഭവമാണ്. അത് ജീവൻ്റെ ഔഷധമാണ്, ദ മെഡിസിൻ ഓഫ് ഇമ്മോർട്ടാലിറ്റി. അതുകൊണ്ട് വിശുദ്ധ കുർബാന അനുഭവിക്കുമ്പോഴേ ഒരുക്കമില്ല എങ്കിൽ നമുക്കത് അനുഭവവേദ്യമാകുകയില്ല. ഒരു കർഷകൻ വിത്ത് വിതയ്ക്കാനായിട്ട് പോകുന്നതിന് മുമ്പ് ആദ്യമേ കൊണ്ടുവന്ന് വയലിൽ കൊണ്ട് വിത്തങ്ങ് വിതയ്ക്കുകയാണോ? അല്ല, വയൽ നന്നായിട്ട് ഉഴുതുമറിച്ചതിന് ശേഷം മാത്രമേ വിത്ത് വിതയ്ക്കാറുള്ളൂ. അപ്പോൾ വിത്ത് വിതയ്ക്കണമെങ്കിൽ വയൽ നന്നായിട്ട് ഒരുങ്ങിയ നിലത്ത് മാത്രം വിത്ത് വീണെങ്കിലേ അത് നന്നായിട്ട് കിളിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ മനസ്സുകളും നമ്മുടെ ചിന്തകളും നമ്മുടെ ശരീരമൊക്കെ ഒരുങ്ങി വേണം വിശുദ്ധ കുർബാന അനുഭവിക്കുവാനായിട്ട്. വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പ് ഒരുങ്ങേണ്ടത് എങ്ങനെയാണെന്ന് എല്ലാ ആഴ്ചയും നിങ്ങൾ പറഞ്ഞു കൊടുക്കും ജനങ്ങൾക്ക്. എല്ലാ ആഴ്ചയും ശുശ്രൂഷകർ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കും എങ്ങനെയാണ് ഒരുങ്ങേണ്ടെന്ന്. ഏത് ഭാഗമാണെന്നറിയാമോ? ഏത് ഭാഗത്താ? എല്ലാ ആഴ്ചയും ശുശ്രൂഷകരുടെ ഡ്യൂട്ടിയാണ് ജനത്തെ ഒരുക്കേണ്ടത്. ജനം എങ്ങനെയാണ് ഒരുങ്ങേണ്ടെന്ന് പറഞ്ഞു കൊടുക്കേണ്ടത്. എപ്പോഴാണ് പറയുന്നതറിയോ? പാർക്കുമോ സഹോദരങ്ങളെ, നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും വണക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും നല്ല ദൈവഭക്തിയോടും. എത്ര കാര്യമുണ്ട്? 8 കാര്യമുണ്ട്, ഇല്ലയോ? 8 കാര്യങ്ങൾ ചേർന്ന് വരുമ്പോഴാണ് ഒരുക്കമാകുന്നത്. ഒന്നെന്താ? ഭംഗിയായിട്ട് നിൽക്കണം. എന്താ? നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയുമല്ലോ ഭംഗിയായിട്ട് നിൽക്കണമെന്ന്. ഇടയ്ക്കിടയ്ക്ക് പറയത്തില്ലേ നിങ്ങൾ നല്ലവണ്ണം നിൽക്കണമെന്ന്? ആരാ പറയുന്നേ? ധൂപകലശം എടുക്കുന്നതായ പ്രധാന ശുശ്രൂഷകൻ പറയും. എന്താ പറയുന്നത്? സ്തൗമൻ കാലോസ്. നാം വിശുദ്ധ കുർബാനയ്ക്ക് നിൽക്കുമ്പോൾ അലക്ഷ്യമായിട്ട് നിൽക്കരുത്, നല്ലവണ്ണം നിൽക്കണമെന്ന് ഗ്രീക്ക് ഭാഷയെ പറയുന്നതാ. ഗ്രീക്ക് ഭാഷയെ പറയുന്നതുകൊണ്ടാണ് നമ്മുടെ ആൾക്കാർക്കും നമുക്ക് മനസ്സിലാകാൻ പറ്റാത്തത്. നാം നല്ലവണ്ണം നിൽക്കണമെന്നാണ് വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ സ്തൗമിൻ കാലോസ് എന്ന് പറഞ്ഞാൽ ഇനിയും നടക്കാൻ പോകുന്നത് അതിപ്രധാനമായ ഒക്കേഷനാണ് വിശുദ്ധ കുർബാനയിലെ. അതുകൊണ്ട് നിങ്ങൾ അലക്ഷ്യമായിട്ട് നിൽക്കരുത്, ഭംഗിയായിട്ട് ശ്രദ്ധിച്ച് നിൽക്കണമെന്നാണ് വാക്കിൻ്റെ അർത്ഥം. അല്ലാതെ വെറുതെ ഒരു അച്ഛൻ അടുത്ത പ്രാർത്ഥന തുടങ്ങാനായിട്ടുള്ള ഒരു ടേമൊന്നുമല്ല സ്തൗമിൻ കാലോസ്. സ്തൗമിൻ കാലോസ് എന്ന് പറയുമ്പോഴേ ജനത്തിനുള്ള അഡ്രസ്സാണ്. ജനത്തോട് പറയുകയാണ് സ്തൗമിൻ കാലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും നല്ലവണ്ണം നിൽക്കണമെന്ന് അതിൻ്റെ അർത്ഥം. അപ്പം ഭംഗിയായിട്ട് നിൽക്കണമെന്നുള്ളത് വിശുദ്ധ കുർബാനയുടെ ഒരു പ്രധാനമായ കാര്യമാണ്. പിന്നെന്താ? രണ്ടാമതെന്താ വേണ്ടത്? ഭയത്തോട്. ദൈവസന്നിധിയിലാണ് നിൽക്കുന്നുള്ള ഭയം വേണം. ദൈവത്തിൻ്റെ സന്നിധിയിലാണ് വരുന്നതെന്നുള്ള ഭയം വേണം. മൂന്നാമത് വണക്കത്തോടെ. വണക്കമാണോ? വണക്കത്തോട്. അപ്പോൾ ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ ഇത് രാജസന്നിധിയിലാണ് നിൽക്കുന്നതെന്നുള്ള വണക്കത്തോടു കൂടി വേണം നിൽക്കുവാൻ, വിനയത്തോടു കൂടി വേണം നിൽക്കുവാനായിട്ട്. അപ്പോൾ ദൈവസന്നിധിയിലാണ് എന്നുള്ള ബോധ്യത്തിൽ വിനയത്തോടു കൂടി നിൽക്കുമ്പോഴാണ് അത് നമുക്ക് അനുഭവം. അതുകൊണ്ടാണ് കാരുണ്യവാനായ കർത്താവിൻ്റെ മുമ്പാകെ തലകുനിക്കണമെന്ന് പല പ്രാവശ്യം നമ്മൾ അഡ്രസ്സ് ചെയ്ത് ജനത്തെ കൊണ്ട് തലകുനിപ്പിക്കുന്നത് വിനയത്തിൻ്റെ അടയാളമാണ്, വണക്കത്തോടെ. പിന്നെന്നാ? വെടിപ്പെന്ന് പറയുന്നത് എന്താ? വിശുദ്ധി വേറെയുണ്ട്, വെടിപ്പെന്ന് പറയുന്നതിനാ. വെടിപ്പ് എപ്പോഴും ശരീരവുമായിട്ട് ബന്ധപ്പെട്ടതാണ്, അതായത് നമ്മുടെ ഹൈജീനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. വെടിപ്പോട് വേണം വിശുദ്ധ കുർബാന അനുഭവിക്കുവാനായിട്ട് വരേണ്ടത്. അപ്പം അലിഖിതമായ പ്രമാണം എന്ന് പറയുന്നത് വിശുദ്ധ കുർബാനയ്ക്ക് പോകുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന തുവാല പോലും പുതിയതായിരിക്കണം. കഴുകി വെടിപ്പാക്കാത്തതായ വസ്ത്രം ഒരു കാരണവശാലും പള്ളിയിൽ വരുമ്പോൾ ഇട്ടുകൊണ്ട് വരരുത്. മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോയ വസ്ത്രം, പ്രത്യേകിച്ച് ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ. അപ്പം നമ്മുടെ അലിഖിതമായ പ്രമാണമാണ് നമ്മൾ കഴുകി വെടിപ്പാക്കിയ പുതുമയുള്ള വസ്ത്രം വേണം, വെടിപ്പുള്ളവരായിരിക്കണം.
കുളിച്ച് ദേഹശുദ്ധി വരുത്താതെ വിശുദ്ധ കുർബാന അനുഭവിക്കാനായിട്ട് വരരുതെന്നാണ്. അപ്പോൾ വെടിപ്പെന്ന് പറയുന്നത് നമ്മുടെ ശരീരവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അടുത്ത് തന്നെ വിശുദ്ധി നമ്മുടെ മനസ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ വിശുദ്ധിയോടുകൂടി വേണം സന്ധ്യ മുതൽ തന്നെ അതിനായിട്ട് ഒരുങ്ങി വിശുദ്ധിയോടുകൂടി വേണം ദൈവസന്നിധിയിലേക്ക് വരുവാൻ. പിന്നെന്നാ സ്നേഹം വേണം. അടുത്ത് നിൽക്കുന്നവരോട് വഴക്കിട്ട് കഴിഞ്ഞാൽ വിശുദ്ധ കുർബാന അനുഭവിക്കാനായിട്ട് പറ്റുകയില്ല. അപ്പോൾ സ്നേഹമില്ല എങ്കിൽ വിശുദ്ധ കുർബാനയുടെ കൃപ നമുക്ക് ലഭിക്കുകയില്ല. അപ്പോൾ സ്നേഹമെന്ന് പറയുന്നത് അതുകൊണ്ടാണ് പരസ്പരം കയ്യസ്തൂരി കൊടുത്തിട്ടാണ് വിശുദ്ധ കുർബാനയിലേക്ക് പോകുന്നത്. എന്തെങ്കിലും തെറ്റുകൾ കുറവുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തെങ്കിൽ ക്ഷമയോദിച്ചുകൊണ്ടാണ്, സ്നേഹത്തോടു കൂടിയാണ്, നിരപ്പായിക്കൊണ്ടാണ് ദൈവസന്നിധി നിൽക്കുന്നത്. പിന്നെന്നാ സത്യവിശ്വാസം വേണം. ഇത് വിശുദ്ധ കുർബാനയാണ്, ഇതെൻ്റെ ജീവിതത്തിൽ മാറ്റം വരുത്തുമെന്നുള്ള സത്യവിശ്വാസം കൂടി ഉണ്ടാകുമ്പോഴാണ് വിശുദ്ധ കുർബാന നമുക്ക് അനുഭവവേദ്യമായി തീരുന്നത്. പിന്നെന്നാ നല്ല ദൈവഭക്തി. അപ്പോൾ ദൈവഭക്തി എന്ന് പറയുന്നത് ആദരവും ദൈവത്തോടുള്ള സ്നേഹവും എല്ലാം കൂടി ചേർന്ന് വരുന്നതാണ് ഭക്തി എന്ന് പറയുന്നത്. നല്ല ദൈവഭക്തിയും നല്ല സത്യവിശ്വാസം, ഈ 8 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോഴാണ് ഒരുക്കത്തിൻ്റെ പൂർത്തീകരണത്തിലേക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരുക്കമാണ് വിശുദ്ധ കുർബാനയ്ക്കായിട്ട് വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവവേദ്യമാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ ഔഷധമുണ്ട്, പിന്നെന്തുണ്ട്, ഭാഗം ഏകീടും കഹനയന്മാറുകളുമുണ്ട്. ഇവിടെ പുരോഹിതന്മാരുണ്ട്. പുരോഹിതന്മാരുടെ ഡ്യൂട്ടിയെക്കുറിച്ച് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇതെന്താ, ഈ അപ്പം ഭാഗം ഏകീടുന്ന പുരോഹിതന്മാർക്ക് 2 ഡ്യൂട്ടിയാണ്. ഒന്ന് ബ്രേക്കിംഗ് ദ ബ്രെഡ് ആൻഡ് ബ്രേക്കിംഗ് ദ വേഡ്. 2 ഡ്യൂട്ടിയാണുള്ളത് പുരോഹിതന്മാർക്ക്. ഒന്ന് ബ്രേക്കിംഗ് ദ ബ്രെഡ്, അപ്പം മുറിച്ച് കൊടുക്കുക, ഇത് ഭാഗം ചെയ്ത് കൊടുക്കുക എന്നുള്ള ഡ്യൂട്ടിയാണ്. പിന്നെ ബ്രേക്കിംഗ് ദ വേഡ്, വചനം മുറിച്ച് കൊടുക്കുക, സുവിശേഷ ഭാഗം മുറിച്ച് ജനത്തിന് കൊടുക്കുന്ന പ്രബോധനത്തിലൂടെ വചനം മുറിച്ച് കൊടുക്കേണ്ടതായ ഡ്യൂട്ടിയും പുരോഹിതനാണ്. അതുകൊണ്ട് ബ്രേക്കിംഗ് ദ ബ്രെഡ്, ബ്രേക്കിംഗ് ദ വേഡ്, ഈ 2 പദങ്ങളാണ് പുരോഹിതന്മാരുടെ ഡ്യൂട്ടിയെക്കുറിച്ച് പറയുന്നത്. അപ്പം ഈ പുരോഹിതന്മാരുടെ സാന്നിധ്യം ഈ സഭയിലുണ്ട്. അത് നൽകുന്നത് ഇത് ഭാഗം ചെയ്തു കൊടുക്കുവാനായിട്ടാണ്. ഈ അർത്ഥത്തിലൂടെ ഇനി ഈ പാട്ട് പാടുമ്പോൾ നമ്മുടെ മനസ്സിൽ ഈ ഒരു അനുഭവം വേണം. സഭയുടെ ആന്തരിക തലത്തിലേക്ക് നമ്മുടെ ബോധതലത്തെ എത്തിക്കുവാനായിട്ട് നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഒരുങ്ങുവാനായിട്ട് സാധിക്കണം. ആ ഉള്ളറകളെ ഉൾത്തലങ്ങളെ ശുശ്രൂഷിക്കുന്നതായ ദൗത്യമാണ് ശുശ്രൂഷകരായ നമുക്കുള്ളത്. ആ ഉള്ളറകളെ മനസ്സിലാക്കി, ആന്തരികമായ സഭയെ മനസ്സിലാക്കി, ഇന്നർ ചർച്ചിൻ്റെ പ്രത്യേകതകൾ മനസ്സിലാക്കുവാനായിട്ട് നമ്മുടെ ബുദ്ധിയും നമ്മുടെ സമർപ്പണവും നമ്മുടെ ആലോചനയും ഉപയുക്തമാകട്ടെ. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധ റൂഹ നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.